അധികം സന്തോഷം. മദ്യാസക്തനാണ്, ഇന്ന് കുടിച്ചിട്ടില്ല. എൻ്റെ പേര് സണ്ണി. ഹായ് സണ്ണി സാർ. ഹായ് സണ്ണിട്ടാ. ഹായ് 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 ഹായ്. എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും വളരെയധികം സന്തോഷം. കുറച്ച് കാലം കൂടിയിട്ടാണ് ജ്വാലയുടെ മീറ്റിങ്ങിൽ കഴിഞ്ഞ നമ്മുടെ പാരമ്പര്യങ്ങളിലെ ആത്മീയത എന്ന് പറഞ്ഞത് ആ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം പിന്നെ വന്നില്ല. ആ വിഷയം അവിടെ തീർന്നുകൊണ്ട് മാത്രമല്ലായിരുന്നു, അതിനിടയിൽ കുറച്ച് അസുഖമൊക്കെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും വന്നു. രാമേന്ദ്രൻ പല പ്രാവശ്യം പറഞ്ഞാണ് വായില്ല ദ്വാരത്തില്ല, ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് കൺസെപ്റ്റുകൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറ്റാതെ പോയി. അപ്പൊ എന്തായാലും വീണ്ടും ശാലയിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ആദ്യമേ തന്നെ വിഷുവിന്റെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമ്മളൊരു പുതിയ മാറ്റത്തിലേക്ക്, നേരത്തെ ഷെയർ ചെയ്ത സുഹൃത്തിനോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ആരോ രാജേഷിനാന്ന് എനിക്ക് തോന്നുന്നു, മാറ്റം വരുത്തണം, എല്ലായിടത്തും വേണം. കാരണം വിഷുവും അങ്ങനെയാണ്, പുതിയ ഒന്നിലേക്ക്, മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. അപ്പൊ ഒരു മാറ്റമാണ്, കഴിഞ്ഞതിൽ നിന്നുള്ള പുതിയയിലേക്കുള്ള ഒരു മാറ്റമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കും അതുപോലെ തന്നെ പുതിയ ഒരു ശോഭയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറാനുള്ള ഒരു അവസരമാക്കിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ തത്വങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായിട്ട് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് മാത്രമല്ല, നന്നായിട്ട് ജീവിക്കാം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. അപ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഒരു സന്തോഷം കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ല, നമ്മളോടൊപ്പം ഉള്ളവർക്കും സന്തോഷം കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ജീവിക്കുന്നതിൽ അതൊരു സാർത്ഥകമായി എന്നൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഏതായാലും അതിനുള്ളൊരു അവസരമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഈ പ്രോഗ്രാമിനെ വിടാതെ ഇതിനകത്ത് തന്നെ നിൽക്കുക. അതിനകത്ത് അല്ലാണ്ട് എപ്പോഴെങ്കിലും വരാനുള്ളതല്ല. നമ്മളുടെ 12ാമത്തെ പടി നമ്മളോട് എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും ഇത് പാലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും തുടങ്ങിയ എല്ലാ സമയത്തും ഇത് പ്രാക്ടീസ് ചെയ്യാന്നുള്ള, അതിന് വേണ്ടി ഒരു പ്രത്യേകത ഒന്നുമില്ല, നമ്മുടെ ജീവിതം തന്നെയാണ് അത്. അല്ലാണ്ട് ഇതിനു വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്തിയിട്ട് അല്ലെ എയുടെ ഒരു പ്രത്യേക പരിപാടിയായിട്ടൊന്നുമില്ല. നമ്മൾ ജീവിക്കുന്നതന്നെ അതായിട്ട് മാറ്റിയാൽ മതി. ഒരു മാറിയ മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോകാവുന്നതാണ്. അതിന് മറ്റു ഉപാധികൾ വെക്കേണ്ട കാര്യമില്ല, മറ്റൊന്നിനെയും ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അവനവന്റെ ജീവിതം അവനവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചിട്ടപ്പെടുത്തി എടുത്താൽ മതി. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ട്. എയെ നിൽക്കുന്നത് തന്നെ മൂന്ന് 12കളുടെ മുകളിലാണ് നിൽക്കുന്നത്. 12 പടികള് നമ്മളുടെ സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ള നിൽക്കുന്നത്, വ്യക്തിപരമായ സുഖപ്പെടല്. 12 പാരമ്പര്യങ്ങൾ, ഓരോ ഗ്രൂപ്പും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് 12 സങ്കല്പങ്ങൾ, അല്ലെ 12 ആശയങ്ങൾ എന്ന് പറയുന്ന 12 കൺസെപ്റ്റ്സ്. ഇത് 12 സങ്കല്പങ്ങളെന്നും പറയാറുണ്ട്, 12 ആശയങ്ങൾ എന്നും പറയാറുണ്ട്. ഏതായാലും ആ ഒരു കാര്യം നമ്മളുടെ വേൾഡ് സർവീസിന് വേണ്ടിയുള്ള, അല്ലെ സർവീസ് മേഖലയിലെ ഓരോ തലത്തിലും എയുടെ പാരമ്പര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എയുടെ പാരമ്പര്യങ്ങൾ തന്നെയാണത്. അത് സർവീസ് മേഖലയിൽ, ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ, സർവീസ് മേഖലയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ നടത്താൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചില നിയമങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. ചില പെരുമാറ്റച്ചട്ടങ്ങള് നമുക്ക് പറഞ്ഞ പോലെ ഓരോന്നിനെയും, അതിനകത്ത് നമുക്ക് സർവീസിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങിയത് നമ്മൾക്കറിയാം 1935 ജൂൺ മാസം 10 അതിന്റെ ആദ്യത്തെ അതിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങി എന്ന് കണക്കാക്കുന്നു. വെറും 2 പേര്. പക്ഷെ വളരെ പെട്ടെന്ന് 2 എന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞ് തന്നെ 5 അടുത്തത് 20 40 100 400 800 2000 എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ പെട്ടെന്ന് അങ്ങ് വളർന്നു ഏതാനും വർഷങ്ങൾ കൊണ്ട്. ആദ്യം അതിന്റെ ബിഗ് ബുക്ക് അച്ചടിച്ചപ്പോൾ അത് ഒരെണ്ണമെങ്കിലും വിറ്റുപോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു, നടന്നില്ല. പക്ഷേ 1940 നടന്ന റോക്ക്ഫെല്ലർ വിരുന്നിന് ശേഷം 41 നമ്മൾ രണ്ടാമത് പ്രിന്റ് ചെയ്യേണ്ടി വന്നു. 39 അടിച്ച് 40 അത് വിരുന്ന് വന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സെക്കൻഡ് പ്രിന്റ് ഇറക്കേണ്ടി വന്നു. അപ്പൊ വളരെ പെട്ടെന്ന് അങ്ങോട്ട് ഇത് വളരെ പോപ്പുലറായി, ആൾക്കാർ അറിയാൻ തുടങ്ങി. അതിനകത്തൊക്കെ നമ്മളുടെ സഹസ്ഥാപകർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അല്ലെങ്കിൽ ബിൽ ഡബ്ല്യു എന്ന് പറയുന്ന അസാമാന്യമായ കഴിവുള്ള ഒരു വിൽപ്പനക്കാരന്റെ മിടുക്ക് അതിനകത്തുണ്ട്.
തീർച്ചയായിട്ടും പറയാതിരിക്കാൻ മേല, അത് എപ്പോഴും അത് പറഞ്ഞേ പറ്റുള്ളൂ. BW-ന്റെ അസാമാന്യമായ സാമർഥ്യം. എന്തായാലും പ്രശ്നങ്ങൾ അതോടുകൂടി തുടങ്ങാനും തുടങ്ങി എന്നുള്ളതാണ്. ഗ്രൂപ്പില് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിനകത്ത് മെമ്പർഷിപ്പിനുള്ള ചില ആവശ്യങ്ങള്, ചില നിബന്ധനകള്, നമ്മളിപ്പോഴല്ലേ അതൊക്കെ, അന്ന് പാരമ്പര്യങ്ങൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ എന്നുള്ള ആ കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടില്ല. മെമ്പർഷിപ്പിനും അതല്ലേ മറ്റ് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹം മാത്രം മതി എന്നുള്ള ആ മൂന്നാമത്തെ പാരമ്പര്യം വന്ന് എല്ലായിടത്തും ഓരോ നാട്ടിലും ഓരോ തരത്തിലായി, ഓരോ സ്ഥലത്തുമുള്ള ആൾക്കാർ അവരവർക്ക് ഇഷ്ടം പോലെ തരത്തിൽ അത് ചെയ്യാൻ തുടങ്ങി. കാരണം അവരെ നയിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നല്ലത് ശരിയായ രീതി പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല. അങ്ങനെയാണത് വലുത്. 1938 തന്നെ ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ, ബിഗ് ബുക്കിന്റെ എഴുത്ത് തുടങ്ങിയാൽ തന്നെ നമ്മളൊരു ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി തുടങ്ങിയിരുന്നു. അന്നേരം അന്ന് ഇതൊന്നും ആയിട്ടില്ല. കാരണം ഈ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യം തന്നെയായിരുന്നു അതിനകത്തെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് അവർക്ക് അറിയാവുന്ന രീതിയിൽ അതിനകത്ത് 2-3 ട്രസ്റ്റിമാരും, നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിമാരും, 3 നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിമാരും, 2 ആൽക്കഹോളിക് ട്രസ്റ്റിമാരും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അതിനൊരു ഉപദേശക സമിതിയായിട്ട് BW അടങ്ങുന്ന 2-3 ആൾക്കാർ വേറെയും. പിന്നീട് ആവട്ടെ ആ സ്ട്രക്ചറൊക്കെ മാറി. അതാണ് ആ സ്ട്രക്ചറും ആ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളുടെ കൺസെപ്റ്റിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ആൽക്കഹോളിക് ട്രസ്റ്റിമാരുടെ എണ്ണം അന്ന് കൂടുതലായിരുന്നു, നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിമാരുടെ എണ്ണം കൂടുതലായിരുന്നു, ആൽക്കഹോളിക് ട്രസ്റ്റിമാരുടെ എണ്ണം കുറവായി. കാരണം പിന്നീട് അത് ശരിയല്ല എന്നുള്ള മാർഗത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇപ്പം എല്ലായിടത്തും ഉള്ളത്. 27 ട്രസ്റ്റിമാരാണെങ്കിൽ അതിനകത്ത് 18 പേര് ആൽക്കഹോളിക് ട്രസ്റ്റിമാരും 9 പേര് നോൺ ആൽക്കഹോളിക് ട്രസ്റ്റിമാരുമാണ്. നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്, അമേരിക്കയിലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ പിന്നീട് നമ്മളെ സർവീസിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചില ആവശ്യങ്ങളുടെ ഭാഗമായിക്കൊണ്ട് അതൊക്കെ നമ്മൾ ഇനി വരുന്ന, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കവും ഒന്നാമത്തെ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് വരുമ്പോൾ ആ കാര്യങ്ങളെല്ലാം പിന്നീട് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ അതിൻ്റെ അകത്തെ വിശദമായിട്ടുള്ള ചർച്ചകളിലേക്ക് വരും, മറ്റ് കൺസെപ്റ്റുകളിലേക്ക് വരും. ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വളരെ ഇതായിട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്നും ഇപ്പം കടന്നു പോകണ്ട. ഏതായാലും 38 ഫൗണ്ടേഷൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അന്ന് തൊട്ട് തന്നെ ഈ ആരിതിനെ നയിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തർക്കവും വരാൻ തുടങ്ങിയിരുന്നു. മറ്റു സ്ഥലങ്ങളിലേക്ക് പടരാൻ തുടങ്ങിയപ്പോൾ ആരിവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ആരിവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കും, അവർക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ ആര് സഹായിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അത് വളരെ ചെറിയൊരു കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സഹസ്ഥാപകർക്ക് അത് പറ്റുമായിരുന്നു. ക്രമേണ ഈ ഫെലോഷിപ്പ് വളർന്നു വന്നില്ലേ. 41 ആയപ്പോഴത്തേനും അടുത്ത പ്രിന്റ് ഇറക്കേണ്ടി വന്നു ബിഗ് ബുക്കിന്റെ. ആദ്യം ഇറങ്ങിയ 5000-ഓളം, 5000 ശരിക്കും 4730 കോപ്പിയായിരുന്നു ആദ്യം വന്നത്. ഏതായാലും 5000 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഒന്ന് കൂട്ടുക. അത് അത്ര പെട്ടെന്ന് തന്നു. ഒരെണ്ണം പോലും വിറ്റുപോകാതിരുന്ന സാധനം പെട്ടെന്ന് തന്നെ അത് തീർന്നു, അടുത്ത പ്രിന്റ് ഇറക്കി. അങ്ങനെ തുടങ്ങി. ഇത് വളർന്ന് മുമ്പോട്ട് പോയി. അപ്പം ഇതുപോലെ മെമ്പർഷിപ്പ് പ്രശ്നങ്ങള്, മറ്റു തർക്കങ്ങള് അതുപോലെ ഉണ്ടായി. 46 ആയപ്പോഴത്തേക്കും നമ്മുടെ പാരമ്പര്യങ്ങൾ ആദ്യത്തെ എൻ്റെ കരട് രൂപം എന്നപോലെ 1946 ജൂൺ മാസത്തിലുള്ള ഗ്രേപ്പ് അതിൻ്റെ അകത്ത് പ്രസിദ്ധീകരിച്ചു. പിന്നീട് 47 ഡിസംബർ തൊട്ട് 48 നവംബർ വരെയുള്ള 12 മാസങ്ങളിലായിട്ട് അതിന്റെ പൂർണ്ണ രൂപം ഓരോ മാസത്തിലെയും ഗ്രേപ്പ് അതിൻ്റെ അകത്ത് അത് വിശദീകരിച്ചുകൊണ്ട് വന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ കോൺഫറൻസ് പോലെയുള്ള, അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം വേണം എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഈ ആൽക്കഹോളിക് ഫൗണ്ടേഷന്, ഇന്നത്തെ പോലെ ജനറൽ സർവീസ് കോൺഫറൻസ് അല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡ് എന്നല്ല പറയുന്നത്, ആൽക്കഹോളിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ആൾക്കാരുമായിട്ട് BWയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തർക്കത്തിൽ അല്ലെങ്കിൽ വിയോജിപ്പിലേക്ക് എത്തി എന്നാ പറയുന്നത്. അവർക്ക് ആർക്കും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും അതിന്റെ ആവശ്യമില്ല എന്നാണ് എല്ലാവരും അതിന് പറയുന്നത്. അതിന്റെ ഒരു കാര്യമേ ഇല്ല എന്ന്. പലപ്പോഴും അതിനെക്കുറിച്ച് അതിനൊരു ഭയമായിരുന്നു. അപ്പൊ ആ ഒരു ഭയം എല്ലാവരും, കാരണം ഇതൊരു അധികാരത്തിന്റെയും പണത്തിന്റെയും ഒരു കേന്ദ്രമായി മാറും. ആൽക്കഹോളിക്സ് അനോണിമസ് അതുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കുകയും നന്നായി അതിൻ്റെ ഗ്രൂപ്പുകൾക്കായിട്ട് തന്നെ പ്രവർത്തിക്കുകയും അവർ ഈ സന്ദേശം കൊടുക്കുന്ന ഈ പ്രക്രിയ മാത്രം ചെയ്താൽ മതി, മറ്റൊന്നിലേക്കും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള വളരെ മുന്നോട്ടൊരു കാഴ്ചപ്പാടില്ലാത്ത രീതിയിൽ. ആ കാര്യത്തിൽ ഡോക്ടർ ബോബ് വരെ അങ്ങനെയായിരുന്നു. ഡോക്ടർ ബോബിനും അതിനോട് എതിർപ്പായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മുദ്രാവാക്യം തന്നെ വന്നത്, കീപ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത്. അന്ന് ഡോക്ടർ ബോബ് ബില്ലിനോട് പറയുന്നതാണ്, നമ്മൾ ഇതിനെ ഒരുപാട് കുഴപ്പിക്കേണ്ട, ഒരുപാട് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, നമുക്കതിനെ വളരെ ലളിതമാക്കി വെക്കാം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാ.
ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവർ തമ്മിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ചയിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു വാക്കാണ് കീപ് ഇറ്റ് സിമ്പിൾ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ അവർ കാണുന്നുണ്ട്, ക്ലീവ്ലൻഡിൽ നിന്ന് ഒന്നാമത് ഇന്റർനാഷണൽ കൺവെൻഷനിൽ അവർ കാണുന്നുണ്ട്. വളരെ ചെറിയ നേരത്തേക്ക് മാത്രമേ ഡോക്ടർ ബോബ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഈ പാരമ്പര്യങ്ങൾ വന്നു, പാരമ്പര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏറെക്കുറെ എല്ലായിടത്തും ആയിട്ടുണ്ട്. അതിന് 47 തന്നെ അതിന്റെ ഷോർട്ട് ഫോം വന്നു. 1950 ഈ കൺവെൻഷൻ നടക്കുന്നിടത്താണ് ഇത് അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പേ വളരെ വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം ഡോക്ടർ ബോബ് വളരെ ഗുരുതരമായ രീതിയിൽ ക്യാൻസർ ബാധിതനായി എന്നുള്ള ആ ഒരു അറിവെത്തി 1948. അപ്പൊ ഇത് സംഗതി കുറച്ചുകൂടെ ചൂടായി. കാരണം ഡോക്ടർ ബോബ് ഇപ്പം മരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അദ്ദേഹം ചികിത്സയൊക്കെ നിർത്തിവെച്ച് വിശ്രമത്തിലേക്ക് മാറി. സ്വാഭാവികമായിട്ടും ഈ പഴമക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തീരും. അതിന് ക്യാൻസർ വേണമെന്നില്ല, എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ എല്ലാവരും തീരുമല്ലോ. അപ്പൊ പിന്നെ ആര് ഈ പറഞ്ഞ പഴമക്കാരെന്നുള്ള ആ ഭാഗത്ത് നിൽക്കും? ആൽക്കഹോളിക് ഫൗണ്ടേഷൻ അന്നുണ്ട്. ഫൗണ്ടേഷനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. ഫൗണ്ടേഷൻ പ്രത്യേകിച്ചും ചെയ്യുന്നുള്ള ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉള്ളു. കാരണം ഇത് പുസ്തകം വിൽപ്പനയും മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യമില്ല. അന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഫൗണ്ടേഷനും ഇവരോട് തന്നെയാ, അല്ലെങ്കിൽ ഡോക്ടർ ബോബിനോടും ബിൽ ഡബ്ല്യുവിനോടും ആണ് അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. വേറെ ആരോടും ചോദിക്കാനില്ല. ഫെലോഷിപ്പിലുള്ള മറ്റംഗങ്ങൾക്കും ഈ പറഞ്ഞ എവിടെയോ കിടക്കുന്ന ഒരു ട്രസ്റ്റി ബോർഡിനെ ആർക്കും അറിയേയില്ല. വളരെ ചുരുങ്ങിയതിൽ 1000 പോലും ഇവരെ അറിയില്ല. വെറും 2 പേരിൽ നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം 1950 കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് അതിനകത്ത് 3000 പേരാണ് അന്ന് അവിടെ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 1,00,000 മേലെയോളം അന്നത്തേനും അംഗങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയും വലുതായി. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇവരെയൊന്നും നടത്തില്ല. രാജ്യത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കുമായി, അമേരിക്ക പോലത്തെ ഒരു വലിയ രാജ്യം, ഒരുപാട് വലുത്, ഇന്ത്യയുടെ 3 ഇരട്ടി വലുപ്പമുള്ള രാജ്യം, 3 ടൈം സോൺ ഉള്ള രാജ്യമാണ്. അപ്പൊ അത്രയും ദൂരെ കിടക്കുന്ന, അതായത് ഇന്നത്തെ പോലത്തെ ഉള്ള യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലം. അപ്പൊ അതുകൊണ്ട് അംഗങ്ങൾക്ക് ഈ ഫൗണ്ടേഷനും അതിൻ്റെ അകത്തെ ട്രസ്റ്റിമാരെയും ഒന്നും ആർക്കും അറിയില്ല. അവർ തന്നെ അധികം പേരും നോൺ ആൽക്കോളിക് ആയിട്ടുള്ള ആൾക്കാര്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ, അവർക്കും നമുക്കും തമ്മിൽ ഒരു പൊതുപ്രശ്നമില്ല. നമ്മുടെ പ്രിയാമ്പിളി പറയുന്ന ഒരു കാര്യമുള്ള, നമ്മുടെ പൊതുപ്രശ്നമായ മദ്യാസക്തി എന്ന രോഗത്തിന് അല്ലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവരും തമ്മിൽ എന്താ പൊതുപ്രശ്നമുണ്ടോ? നോൺ ആൽക്കോളിക്കും ആൽക്കോളിക്കും തമ്മിൽ അങ്ങനെ പൊതുപ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യത്തിൽ അവര് താല്പര്യവും ശരിക്കും പറഞ്ഞാൽ കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള സംഘടനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം അവരെ ഡോക്ടർ ബോബിന്റെ ഈ രോഗാവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അത് ചെയ്യാൻ, അതിന് എന്തെങ്കിലും മാറ്റണം. അപ്പൊ ഈ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിൽക്കുക. എല്ലാവരും അതിനെ വല്ലാതെ നിശിതമായി വിമർശിച്ചവരുണ്ട്. വളരെ എന്നുവെച്ചാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. അല്ലാണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളിൽ കൂടി കടന്നു പോയാൽ പോരാ. കാരണം ഇതിന് ശരിക്കും നമ്മുടെ 11ാമത്തെ അധ്യായം ഉണ്ടല്ലോ ബിഗ് ബുക്കിന്റെ, നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്ന് പറയുന്നത്, അതിനകത്തില്ലേ എങ്ങോട്ട് പോകുന്ന ഒരു സഞ്ചാരിയും എവിടെ എത്തിയാലും, ഏത് നഗരത്തിൽ എത്തിയാലും, ഏത് രാജ്യത്തെത്തിയാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു കൂട്ടായ്മയെ കണ്ടെത്തണം, അല്ലെങ്കിൽ കണ്ടെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അന്ന് ആപ്പാടെ 100ഓളം ആൾക്കാരുള്ള കാലത്ത് അത് എഴുതി വെക്കാൻ വേണ്ടിയുള്ള മിടുക്ക് കാണിച്ച്, അതാ പറഞ്ഞ ബിൽ ഡബ്ല്യുവിന്റെ ഒരു അസാമാന്യമായ ഒരു കഴിവ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ദീർഘവീക്ഷണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർ എത്തുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ ലോകം മുഴുവൻ ഇത് പരന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്തുക, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ഉള്ള ഈ സംവിധാനം പോരാ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അത് പറഞ്ഞ് അവസാനം 1950 ഈ പറഞ്ഞ ക്ലീവ്ലൻഡിൽ നടന്ന 1ാമത് സമ്മേളനം, ഇന്റർനാഷണൽ കൺവെൻഷൻ നടന്നു ക്ലീവ്ലൻഡിൽ 1950 ജൂലൈ 28, 29, 30 തീയതികളിലാണ് നടക്കുന്നത്. അതിനകത്ത് വന്ന് 30-ാം തീയതി ലാസ്റ്റ് വന്ന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഡോക്ടർ ബോബിനോടെ സംസാരിച്ചു. അവരോട് പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും അധികം താമസിയാതെ തന്നെ നവംബർ 16-ാം തീയതി അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഏതായാലും ഡിസംബർ മാസത്തോടുകൂടി അന്നത്തെ ഫൗണ്ടേഷൻ മെമ്പർമാരായിട്ടുണ്ടായിരുന്ന 1-2 പേര്, ലിയനോർഡ് ഹാരിസൺ എന്ന് പറഞ്ഞ ഒരാളും, അതായത് അതിനകത്തെ മെമ്പർമാരാ, ബെർണാഡ് ബി സ്മിത്ത്, ഇവർ രണ്ടുപേരും ഇതിനകത്തൊരു പഞ്ചായത്ത് പറയുന്ന പോലെ ആയി.
ഈ ബിൽഡബ്ല്യുവിനെയും ഈ ഫെലോഷിപ്പിനോ വേണ്ട അന്ന് കാലത്ത് നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ താഴേക്ക് വേരുകളില്ലാത്ത, അതാണ് അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താഴേക്ക് അതിന് യാതൊരു വേരുകളും ഇല്ല. അതാണ് ഈ കോൺഫറൻസ് വന്നപ്പോൾ ആ വേരാണ് ഉണ്ടായത്. ഫെലോഷിപ്പിൽ നിന്ന് മുകളിലേക്ക് കാര്യങ്ങൾ കിട്ടാനുള്ള അല്ലെങ്കിൽ അതിന്റെ എന്റെ മിടിപ്പ് അറിയാൻ പറ്റി യാതൊരു സംവിധാനവും ഇല്ലാതിരുന്ന ആ ഫൗണ്ടേഷൻ്റെ അകത്തെ ചർച്ചകളിനകത്ത് കാര്യപ്പെട്ട ആൾക്കാരൊക്കെ അന്നുള്ളത്, വലിയ വലിയ ഉന്നത വ്യക്തികളൊക്കെ അന്ന് കാര്യം നമ്മളെ സഹായിക്കാൻ വന്നിട്ട് അവരാരും മോശക്കാരായിട്ടൊന്നും നമ്മൾ ഒരിക്കലും കാണാനോ ചിന്തിക്കാനോ പോലും പാടില്ല. കാരണം അന്നത്തെ കാലത്ത് ആരോരും ഇല്ലാതെ അല്ലെങ്കിൽ അത്ര അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് അവരുടേതായ ആൾക്കാർ ഒരുപാട് ഡോക്ടർമാരും സാമൂഹ്യ പ്രവർത്തകരും പുരോഹിതന്മാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരുപാട് പേര് സഹായിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും അവരെ ഒന്നും കൊച്ചായി കാണില്ല. അന്നത്തെ കാലത്തെ അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് വന്നേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ ലിയനോർഡ് ഹാരിസണും ബെർണാഡ് ബി സ്മിത്ത് നമ്മളെ ആദ്യത്തെ അല്ല ജർമ്മൻ, കാരണം ഏറ്റവും കൂടുതൽ നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും ഇതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ പെട്ട നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ബെർണാഡ് ബി സ്മിത്ത്. അപ്പൊ ഇവര് രണ്ടും കൂടി അതിനകത്തൊരു ഒരു സമവായത്തിൽ എത്തിച്ചു. അങ്ങനെ 1950 ഡിസംബർ മാസത്തില് ഒരു 5 വർഷത്തേക്ക് ഒരു ട്രയല് പോലെ കോൺഫറൻസ് നടത്താം എന്നുള്ള എന്തെങ്കിലും ആവട്ടെ, ഈ കോൺഫറൻസിനെ കുറിച്ചുള്ള ആ ചിട്ടവട്ടങ്ങളെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ശരിയാണെങ്കിൽ നല്ലതാണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതിലേക്ക് വന്നു. പക്ഷെ ബിൽഡബ്ല്യു എന്ന് പറയുന്ന നേരത്തെ എപ്പോഴും പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ആ വിൽപ്പനക്കാരന്റെ മിടുക്ക്. കാരണം അയാള് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൊടുക്കുകയും ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുകയും ഏരിയകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇങ്ങനത്തെ ഉള്ള പല പരിപാടികളും നടത്തും. അങ്ങനെയൊക്കെ ആയാലും 1951 ഏപ്രിൽ മാസത്തില് ഫസ്റ്റ് കോൺഫറൻസ് നടന്നു, ജനറൽ സർവീസ് കോൺഫറൻസ് ആദ്യത്തെ നടന്നു ഏപ്രിൽ 20, 21, 22 തീയതികളിലായിട്ട്. അന്നാണ് ആദ്യത്തെ ഈ പറഞ്ഞ ട്രയൽ അടിസ്ഥാനത്തിൽ കോൺഫറൻസിനെ വെക്കുകയും അതിന് രൂപം ഉണ്ടാക്കി. അന്നും അതിന് മാത്രം അംഗങ്ങളൊന്നുമില്ല, ഏകദേശം ഉദ്ദേശിച്ചതിന്റെ ഒരു 1/3 അംഗങ്ങളെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അത്തരം ആൾക്കാരെ കൂട്ടിയിട്ട് അവിടെ ഒരു മീറ്റിംഗ് നടത്തി, അതിനകത്ത് ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്തു, ഇനി നമ്മൾ പുറത്തിറക്കുന്ന ലിറ്ററേച്ചറുകൾക്ക് കോൺഫറൻസിന്റെ അംഗീകാരം വേണമെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ നിർണായകമായിരുന്ന ചില ആവശ്യങ്ങളിൽപ്പെട്ടതായിരുന്നു അതൊക്കെ. അന്ന് അവരവിടുന്ന് ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന് മാത്രമല്ല, അന്ന് വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, എയോടുള്ള അനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യം കൂടെ നടന്നു. ഈ സമ്മേളനത്തിന്റെ ഈ കോൺഫറൻസിന്റെ ലാസ്റ്റ് ദിവസം, അന്ന് അത് കഴിഞ്ഞിട്ട് ലൂയിസ് ഡബ്ല്യു അവരുടെ അടുത്ത സുഹൃത്തായിരുന്ന ആനി ബി എന്ന് പറഞ്ഞ സുഹൃത്തും, ഡോക്ടർ ബോബിന്റെ ഭാര്യയല്ല, ആനി ബി. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ കോൺഫറൻസിന് വന്ന അംഗങ്ങളുടെ ഡെലിഗേറ്റുകളുടെ ഭാര്യമാരെയും ആ ലോക്കലിലുള്ള ഭാര്യമാരെയും ചേർത്തുകൊണ്ട് അവര് ഇവരുടെ വീടായ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ വെച്ചിട്ട് ഒരു ചർച്ച നടത്തിയവര്. നമുക്ക് ഫാമിലി ഗ്രൂപ്പ് എന്നാണ് പേര് പറഞ്ഞത്. കാരണം അത്രയും കാലം അതിനു മുമ്പൊക്കെയും ഈ പറഞ്ഞതുപോലെ ഈ അംഗങ്ങളുടെ ഭാര്യമാര് ഇവരോടൊപ്പമായിരുന്നു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത്. പിന്നീട് അത് പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അവിടെയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമുക്കും അവർക്കും തമ്മിൽ പൊതുപ്രശ്നമില്ല. ഒരാൾക്ക് കുടിച്ച പ്രശ്നമാണ്, ഒരാൾ കുടിയന്റെ കൂട്ടത്തിൽ ജീവിച്ച പ്രശ്നമാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പം നോൺ ആൽക്കോളിക്കും ആൽക്കോളിക്കും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഇത്. അപ്പൊ രണ്ടുപേർക്ക് അവിടെ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുകയാണ്, ഈ വിഷയങ്ങൾ തമ്മിൽ. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടാതെ പോകുന്ന പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വേറൊരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാകുകയും ആ വർഷം തന്നെ 1951 അലനോൺ ഗ്രൂപ്പ് തുടങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു തുടക്കവും അവിടുന്ന് തുടങ്ങി. ഈ ഫസ്റ്റ് ജനറൽ സർവീസ് കോൺഫറൻസ്. അന്ന് ജനറൽ സർവീസ് കോൺഫറൻസ് എന്നൊന്നും അത്ര കൃത്യമായിട്ടൊരു പേരൊന്നും വന്നിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും അത് അറിയപ്പെട്ടിരുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ഒരു അറിവെന്ന നിലയ്ക്ക്. പക്ഷെ എന്തായാലും പിന്നീട് അതിന്റെ മീറ്റിങ്ങുകൾ വളരെ കൃത്യമായി നടന്നു, കൃത്യമായി ചർച്ചകൾ നടന്നു. പിന്നെ അത് എല്ലാവർക്കും അതൊരു ഭംഗിയായ ഒരു പ്രവർത്തനം പോലെ തോന്നി. അത് കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ നടത്തി ഡെലിഗേറ്റുകളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങി, ഏരിയകളെ തിരിക്കാൻ തുടങ്ങി. ഇന്നും അമേരിക്കയ്ക്കും കാനഡയ്ക്കും കൂടിയിട്ട് ഒറ്റ GSA ഉള്ളൂ, ജനറൽ സർവീസ് ഓഫീസ്. അതിന് എനിക്ക് തോന്നുന്നത് മുഴുവനും 62 അംഗങ്ങളാണ്, 62 മെമ്പർമാരാണെന്നാ കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പം പറഞ്ഞ പോലെ ഇപ്പം അടുത്ത കാലത്ത് ആകെ മൊത്തം 90 മെമ്പർമാരാ ഉള്ളത്. തന്നെ ന്യൂയോർക്കില് പറഞ്ഞ 62ഉം 27ഉം 89 എനിക്കൊന്ന്
മാഗസിൻ എഡിറ്ററും കൂടിയാണ് ഗ്രേപ്പ് വൈൻ എഡിറ്ററും കൂടിയാണ്. അങ്ങനെ 90 അല്ലെങ്കിൽ 91 മറ്റോ ഉണ്ടോന്ന് വെച്ചാൽ അറിയത്തില്ല. ചിലപ്പോൾ അതൊക്കെ സമയാസമയങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ നടന്നു. അങ്ങനെ 1955 20 വയസ്സായി എക്ക് പ്രായപൂർത്തിയാകുന്നു. രണ്ടാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ വരുന്നു. സെന്റ് ലൂയിസിൽ വെച്ച് നടക്കുന്ന രണ്ടാമത് ഇന്റർനാഷണൽ കൺവെൻഷൻ. അപ്പൊ അത് ജൂലൈ 1, 2, 3 തീയതികളിലാണ്. അതിനു മുമ്പേ ഒരു 4-5 ദിവസം കൂടെ മുമ്പ് അവര് അതിന് കൂടി ഈ കോൺഫറൻസ് അവിടെ ഒത്തുചേരുകയും അവനെ ചർച്ചകൾ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ തത്വത്തിൽ അതിനെ അംഗീകരിച്ചു. അങ്ങനെ അതിന്റെ ഒരു പറഞ്ഞുണ്ട്, നമ്മളെ കംസ് ഓഫ് ഏജിന്റെ അകത്ത് ആ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. 1955 ജൂലൈ 3 ഞായറാഴ്ച വൈകുന്നേരം 4 മണി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അന്നേരമാണ് വിൽ.ഡബ്ല്യുവിന്റെ ആ പ്രസംഗം, വളരെ പ്രസിദ്ധമായ ആ പ്രസംഗം, അതിനകത്ത് എക്ക് പ്രായപൂർത്തിയായി എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിന്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള 20 വയസ്സായി. സാറിന് ഇപ്പം നമ്മൾ 18 വയസ്സെന്നാണ്. ഇനിയിപ്പോ അന്നെന്താണോ അങ്ങനെ വെച്ചത്, അല്ലെ 5 വർഷം കൊണ്ട് കൺവെൻഷൻ നടത്താനുള്ള ഉദ്ദേശം കൊണ്ട് അന്നായിരിക്കും അവസരം കിട്ടിയത്. എന്തായാലും വേണ്ടുകയില്ല, എക്ക് പ്രായപൂർത്തിയായി എന്നുള്ളത് ആ കംസ് ഓഫ് ഏജ് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അംഗീകാരം കിട്ടുക, അല്ലെങ്കിൽ അവിടെ അതിന്റെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതിന്റെ ഏറ്റവും അവസാനം വിൽ.ഡബ്ല്യു പറയുന്ന ഒരു വാക്കും കൂടെ, ഒരു സെന്റൻസ് ഉണ്ട്. അങ്ങനെ എ സ്വതന്ത്രമായി. ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞാൽ എന്നിൽ നിന്നും കൂടെ ഇപ്പൊ സ്വതന്ത്രമായി എന്നിൽ നിന്നും. എക്ക് പ്രായപൂർത്തിയായി, അതിന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള പ്രാപ്തിയായി. അപ്പം ഇതുവരെയും അതിനെ എല്ലാ കാര്യങ്ങളും നയിച്ചിരുന്നത് സ്ഥാപകരായിട്ടുണ്ടായിരുന്ന 50 വരെ സഹസ്ഥാപകരുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ സഹസ്ഥാപകരിൽ ഒരാൾ മരിച്ചുപോയി, പിന്നെ ഒരാളെ ഉള്ളൂ. അപ്പം എല്ലാത്തിനും ഏതിനും നേതൃത്വം കൊടുക്കുകയും മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വിൽ.ഡബ്ല്യു പറയുന്നത് ഇനി അത് അതിന്റെ സ്വന്തം കാര്യം ചെയ്യണം. കോൺഫറൻസിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാനുള്ള കഴിവായി. ഫെലോഷിപ്പിന് അതിനെ വിട്ടുകൊടുത്തു. ഈ കൂട്ടായ്മയുടെ ഭരണവും നിയന്ത്രണവും അതിന്റെ നടത്തിപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കൂട്ടായ്മയ്ക്ക് വിട്ടുകൊടുത്തു. വളരെ മനോഹരമായിട്ട് പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിലേക്ക് വന്നു. ജനാധിപത്യം വെറും തത്വത്തിൽ പറയുകയല്ല, ജനാധിപത്യം നടപ്പിലാക്കുക. ജനാധിപത്യം നടപ്പിലാക്കണം. അപ്പൊ അതിനുശേഷം പിന്നെ വിൽ.ഡബ്ല്യു അതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ടും മാറുകയെന്ന്. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു, 60-ന് ശേഷം അദ്ദേഹം അതിനകത്തുള്ള ഈ പബ്ലിക് ഇൻഫർമേഷന്റെ മാത്രം കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയെന്ന്. പുള്ളി അല്ലാണ്ട് ഇതിന്റെ ഒരു ഒന്നിനകത്തും ഇടപെടാനോ കാര്യങ്ങൾ ചെയ്യുന്നില്ല. കാരണം കോൺഫറൻസ് അതുപോലെ തന്നെ നിലവിൽ വരികയും അതിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. 62-ല് ഇപ്പം കാണുന്ന, നമ്മളിപ്പം ചർച്ച ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റുകൾ 62-ലാണ് എഴുതി പ്രസിദ്ധീകരിക്കുന്നത്, ജനറൽ സർവീസ്. അപ്പൊ അതായത് തേർഡ് ലെഗസി മാനുവൽ എന്ന് പറഞ്ഞാണ് കോൺഫറൻസിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതിനോടുകൂടി ചേർക്കുക ചെയ്ത് ഈ കൺസെപ്റ്റുകൾ. അന്നും പറഞ്ഞാൽ നമ്മളെ പാരമ്പര്യങ്ങൾ ഉണ്ടായത് പിന്നീടാണെങ്കിൽ എന്ന് പറഞ്ഞാലാണ് കൺസെപ്റ്റുകൾ എങ്ങനെയാണ് നമ്മളെ ട്രസ്റ്റി ബോർഡിന്റെ തീരുമാനങ്ങളും, അല്ലെങ്കിൽ അതുപോലെ ഇത് ട്രസ്റ്റി ബോർഡിനെ കുറിച്ചാണ് പറയുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാ ഭരണ സംവിധാനത്തിലും ഈ ആശയങ്ങൾ ഉണ്ടാവണം. ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ വരികയാണെങ്കിലും ഈ ആശയങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഗ്രൂപ്പിന്റെ സേവകനായി ജോലി ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരാൾ തൊട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മളുടെ ഇവിടെ അങ്ങനെ എന്തോ ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്കുള്ളതല്ല, പാരമ്പര്യങ്ങൾ പോലും നമുക്കുള്ളതല്ല എന്ന് ഉള്ളൊരു ആശയം എപ്പോഴോ ഇവിടുത്തെ പഴമക്കാര് തെറ്റിദ്ധരിച്ചിട്ടാണോ എങ്ങനെയാണോ അങ്ങനെ ഒരു ആശയം പുറത്തു വന്നത്. അതുകൊണ്ട് സാധാരണ ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും പറയുന്നൊരിക്കല നമ്മളൊന്നും അതിനൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല എന്ന്. അത് പോരാ. ഈ ഗ്രൂപ്പിൽ നിന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയൊരു കാര്യം, വേരുകളില്ലാത്ത ഒരു തലയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെ താഴേക്ക് യാതൊരുവിധ ഒരു രക്തഓട്ടം കൊടുക്കുന്ന ഒരു ഞരമ്പുകളും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള കണക്ഷനുകളും ഇല്ലാതെ നിന്നിരുന്ന ആ തലച്ചോറിന് ഒരിക്കലും കൃത്യമായി വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. എന്താണ് താഴെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. താഴെയല്ല, നേരെ മേലെയാണ്, മേഖലയെന്ന് വരുന്നത്. ഇതിന്റെ നമ്മുടെ ഈ പറഞ്ഞ ഒന്നാമത്തെ കൺസെപ്റ്റ് തന്നെ അതാണ് പറയുന്നത്. നമ്മളൊരിക്കലും താഴേന്നും മേലേന്നുമുള്ള നമ്മുടെ ആശയങ്ങളെ നേരെ തല കുത്തനെയാക്കുകയത്, തല തിരിഞ്ഞ പിരമിഡായിട്ട് അതിനെ കണക്കാക്കുന്നത്, നേരെ തല കുത്തനെയാക്കുന്നത്. ഒന്നാമത്തെ പാരമ്പര്യം ഇതാ കിടക്കുന്നത്. ലോക സേവനത്തിനായപ്പോഴുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും പരമാധികാരവും എപ്പോഴും നമ്മുടെ മുഴുവൻ കൂട്ടായ്മയുടെ കൂട്ടായ മനസാക്ഷിയിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന്.
അപ്പൊ അതുകൊണ്ട് ഏറ്റവും മുകളിൽ ഗ്രൂപ്പ് ആയിരിക്കണം എന്നുള്ള ആ ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഗ്രൂപ്പിൽ നിന്നുള്ള തീരുമാനം അത് IGR മുതലേ അല്ലെങ്കിൽ GSR മുഖേന അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു. അവിടുന്ന് അത് അടുത്ത ഡെലിഗേറ്റുകളായിട്ട് തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് അവസാനം അത് നമ്മുടെ ജനറൽ സർവീസ് കോൺഫറൻസിലേക്ക് എത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഉള്ള നമ്മളെ ട്രസ്റ്റീസ് ബോർഡിൽ എത്തുന്നു. അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ജനറൽ സർവീസ് ഓഫീസും നമ്മുടെ അമേരിക്കയുടെ എന്ന് പറയുകയാണെങ്കിൽ ഗ്രേപ്പ് വൈൻ ഉണ്ട്, നമുക്ക് ഇവിടെയാണ് 12 സ്റ്റെപ്പ് മാഗസീൻ ഉണ്ട്. അത് ഇറങ്ങുന്നുണ്ടോ കൃത്യമായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എങ്കിലും ഇപ്പൊ ഒന്നും കാണാറില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ട്, തത്വത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ഇങ്ങനെ അതിനെ ആ ഒരു ചിട്ടയോട് കൂടി വെക്കുന്നത്. അപ്പം കൃത്യമായ രീതിയിൽ ഇതിന്റെ ഭരണം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു സംവിധാനം ഉണ്ടാവണം, അല്ലാണ്ട് പറ്റില്ല. കാരണം ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ നമ്മളിപ്പോ ഇരിക്കുന്ന ഒറ്റക്കാരോട് പറഞ്ഞ് നമുക്ക് അതിലേക്ക് പോകാം. ഈ 62 നമ്മൾ ഈ കൺസെപ്റ്റുകൾ പുറത്തു വന്നെങ്കിൽ അതിന്റെ ദീർഘരൂപമായിരുന്നു വന്നത് 71 ബിൽ മരിച്ച് LW 1971 ജനുവരി 24 മരിക്കുന്നു. അത് ഏപ്രിൽ മാസത്തിൽ 3 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ഷോർട്ട് ഫോം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിന് മുമ്പിലെ ബിൽ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതും വന്നു. അപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു കോൺഫറൻസിന്റെ ആവശ്യം വന്നത് എന്നുള്ളത്, ഇതിനകത്ത് ചോദ്യങ്ങളൊന്നും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് അല്ലെ എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം കിട്ടണം. അതിനെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം നമ്മളുടെ പൊതുവായ ചർച്ചയിൽ കൂടി ഉണ്ടാവണം. ഒരു കോൺഫറൻസ് ഉണ്ടാകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോരുത്തർക്കും ആദ്യത്തെ പ്രശ്നം തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയത്. അപ്പൊ ആ തീരുമാനങ്ങൾ എടുക്കുന്ന ചില പ്രത്യേക അതിന്റെ തേർഡ് ലെഗസി പ്രൊസീജിയർ തെരഞ്ഞെടുപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ ഇലക്ഷനുകളിലൊക്കെ അത് ഉപയോഗിച്ചു. നമ്മുടെ ഡെലിഗേറ്റഡ് ഇലക്ഷനിലും ട്രസ്റ്റി ഇലക്ഷനിലൊക്കെ നമ്മൾ അത് ഉപയോഗിച്ചു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വളരെ സുതാര്യമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി വേണം. എല്ലാം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് പോകരുത്. ആദ്യത്തെ ട്രയൽ കോൺഫറൻസിന്റെ അകത്ത് തന്നെ നമ്മൾ ലിറ്ററേച്ചറുകളെല്ലാം കോൺഫറൻസിന്റെ അപ്രൂവൽ വേണം എന്നുള്ള തീരുമാനം എടുത്തെങ്കിൽ അത് നിർബന്ധമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കോൺഫറൻസ് അപ്രൂവ്ഡ് ആയിരിക്കണം ലിറ്ററേച്ചറുകൾ, ലോക്കൽ ലിറ്ററേച്ചറുകളല്ല. നമുക്കിവിടെ ഒരു ആവശ്യമുണ്ട്, നമുക്കിവിടെ ഒരു എന്തെങ്കിലും ഒരു ആശുപത്രിയിൽ പോകാനോ അല്ലെങ്കിൽ ഇവിടെ ഈ നാട്ടിൽ വിതരണം ചെയ്യാനോ ഒരു ചെറിയ നോട്ടീസ് അടിക്കുന്നതിന് നിർബന്ധം പറയുന്നില്ല. അത് വേൾഡ് സർവീസിന്റെ വേണ്ട. അതിനും ശരിക്കും പറഞ്ഞാൽ അവിടെ അടിക്കാൻ നമ്മള് GSO ഇന്ത്യയുടെ പെർമിഷൻ വേണമെന്നാണ്. ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും GSO ഇന്ത്യയുടെ പെർമിഷൻ വേണം. പക്ഷെ അത് കിട്ടായികയുള്ള ബുദ്ധിമുട്ടല്ല. മറ്റ് പൊതുവായിട്ടുള്ള വലിയ ലിറ്ററേച്ചറുകൾ എല്ലാ സംഗതികളും ആക്കണം. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കണം. നമ്മൾ ആദ്യം ഈ ഒരു പ്രിയാമ്പിള് അടിക്കാൻ തന്നെ 1947 എനിക്ക് തോന്നുന്നത് പ്രിയാമ്പിൾ ആദ്യമായിട്ട് വരുന്നത്. കാരണം ഗ്രേപ്പ് വൈൻ വരുന്നത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഏറ്റവും ചെറിയ വാക്കിൽ വിശദീകരിക്കുന്നതാണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ മീറ്റിംഗില് എന്താണ് AA എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. ഇതിനെ വിശദീകരിച്ചാൽ മതി. മാസവരികളില്ല, ഫീസില്ല, സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്, മദ്യപാനം നിർത്താനുള്ള ആഗ്രഹം മാത്രം മതി നോക്കി. ഇതിന്റെ എല്ലാ കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും കാരണങ്ങളെ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടാവില്ലേ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ആ ഒരു പ്രിയാമ്പിൾ നമ്മൾ കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കണം. ഓരോ നാട്ടിലും ഓരോരുത്തരും ഓരോ തരത്തിലാകാൻ പാടില്ല. ലിറ്ററേച്ചറുകളെല്ലാം അതുകൊണ്ട് തന്നെ യൂണിഫോം ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമായി. ഈ പറഞ്ഞ ലോക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിറ്ററേച്ചറുകളും അതും അതാത് GSOകളുടെ പെർമിഷനോട് കൂടി തന്നെയാണ് അത് വേണ്ടത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കണം ലിറ്ററേച്ചറുകളുടെ ട്രാൻസ്ലേഷൻ. അതിനൊക്കെ ഒരു നിർബന്ധമായിട്ടും അതിനൊരു അപ്രൂവൽ കൊടുക്കണം. നമ്മളിപ്പം മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള ഏത് ലിറ്ററേച്ചറുകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് GSO ഇന്ത്യ മുഖാന്തരം GSO ന്യൂയോർക്കിലേക്ക് അയക്കണം. അവരോട് മലയാളത്തിൽ അത് അതിനെ പരിശോധിച്ചിട്ടും അതേപോലെ അതിന്റെ അഭിപ്രായം ഇങ്ങോട്ട് അയക്കുക. അല്ലാണ്ട് അവിടെ ആരും മലയാളം വായിക്കാതെ വെറുതെ അതിന് മുകളിൽ സൈൻ ചെയ്ത് ഇങ്ങോട്ട് വിടുവൊന്നുമല്ല. അവരതിനകത്ത് തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പറയും. അവിടെ അതിനുള്ള അത് പൈസ കൊടുത്ത് തന്നെയാണ് അവർ ചെയ്യിക്കുന്നത്. അവിടെയുള്ള അതിനറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവരത് പറയുന്നത്. അപ്പം അത് നമ്മളെ ഈ ലിറ്ററേച്ചറുകൾ ഏതിനും നമുക്ക് അവിടുന്ന് ഇറങ്ങുന്ന ലിറ്ററേച്ചറുകളും തുല്യമായിട്ടിരിക്കണം. എല്ലാ സ്ഥലത്തും ഒരേപോലെ പ്രിന്റ് ചെയ്യണം. അതിനൊന്നും വേറെ നിബന്ധനകളോ നിയമങ്ങളോ നമ്മളിന്ന് കപ്പം മേടിക്കുന്നോ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ലോകത്ത് എവിടെയും
ആൽക്കഹോളിക്സ് അനോണിമസ് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന ഉത്തരം ഒന്നായിരിക്കണം. അതിനെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം. അല്ലാണ്ട് ഓരോരുത്തർക്കും തോന്നിയ പോലെ ആവാൻ പാടില്ല. ഏത് ഭാഷയിൽ കൊടുക്കുന്നതിന് ഇന്നിപ്പം ബിഗ് ബുക്ക് തന്നെയാണ്ട് 65 മേലെ ഭാഷകളിൽ ലോകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒറ്റൊന്നും തന്നെയാണ്. നമ്മൾ ആദ്യം ഇറങ്ങിയ ആ ഒറിജിനൽ ഇത് തന്നെയുള്ളൂ. 164 പേജ്, 11 അധ്യായങ്ങൾ, എല്ലാം അത് തന്നെയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിനകത്തെ വ്യക്തികഥകൾക്ക് മാത്രം വ്യത്യാസം ഉണ്ടാകും, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. 164 പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ ആവട്ടെ പറഞ്ഞത് നമ്മൾ മലയാളത്തിലാക്കി ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന് 172 പേജ് ആയിട്ടുണ്ടത്. അപ്പൊ അത് അങ്ങനെ വന്ന, അത് ട്രാൻസ്ലേഷന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് എന്നുള്ളേ ഉള്ളൂ. മിസ്റ്റേക്ക് അല്ല, അതിനകത്ത് വേറെ കൂടിയൊന്നുമല്ല. നമ്മുടെ ലിപികളും ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് പേജിനകത്ത് കൊള്ളുകയല്ലാണ്ട് പോയതുകൊണ്ട് അങ്ങനെ വന്ന, അല്ലാണ്ട് നമ്മളതിനകത്ത് കൂട്ടിച്ചേർത്തൊന്നുമല്ല. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കണം ഈ പബ്ലിക് ഇൻഫർമേഷൻ, അതും കൃത്യമായിരിക്കണം. പബ്ലിക് ഇൻഫർമേഷന്റെ ആ രീതികൾ, ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തായാലും നിർബന്ധമാണ്. നമുക്ക് ഒരേ കാര്യം തന്നെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരു എന്തായാലും അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നമുക്ക് എങ്ങനെ നമുക്കൊരു പരസ്യം അല്ലെങ്കിൽ ഒരു ഫിലിമിൽ നമ്മളെ പകർത്തുന്ന, അപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം, ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയായിരിക്കണം, നമ്മളുടെ മുഖം കാണിക്കാവോ ഇല്ലോന്ന്. നമ്മുടെ ഇവിടെ ആൾക്കാർ അത് ലംഘിക്കുന്നുണ്ട്, അത് സമ്മതിച്ചു. ഈ അടുത്ത ദിവസം ആരോ ലംഘിച്ചിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ടി വി വന്നു എന്ന് പറഞ്ഞു. ഞാനത് കണ്ടില്ല, ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞതാണ്. അപ്പം ചെയ്യുന്നതിന് നമ്മളിപ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത്, നമ്മൾ എന്തിൽ കൊണ്ട് സുഖപ്പെട്ട് നിൽക്കുന്നോ, സന്തോഷത്തോടെ ജീവിക്കുന്നോ, ആ പ്രസ്ഥാനത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു നന്ദിയുടെ ഭാഗമായിക്കൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. എനിക്ക് കിട്ടിയത് നമുക്കറിയില്ലേ, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് ഉണ്ടായിരിക്കുന്നതിന് പ്രധാനമായി ഇങ്ങനെ നിലനിൽക്കുന്നതിന് ഒന്നാമത്തെ കാരണം നമ്മൾക്ക് മുമ്പ് ഒരു നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായ വാഷിങ്ടോണിയൻ ഗ്രൂപ്പിന്റെ പതനമാ കാരണം. അപ്പൊ അവർക്ക് അന്ന് പറ്റിയ അബദ്ധം നമ്മൾ ഇനിയും കാണിക്കരുത്. അവർക്കൊന്ന് പറ്റിയ പ്രധാന ബന്ധപ്പെട്ടായിരുന്നു, മറ്റ് ആൾക്കാരെ ഇതിനകത്ത് ചേർത്തു, അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക്കുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അവർ മറ്റു കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വേണ്ടി പോയി, പരസ്യമായ വിവാദങ്ങളിൽ ഏർപ്പെടാൻ പോയി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാകാതിരിക്കാൻ, അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമ്മളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഒരേ കൃത്യമായ രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പം പബ്ലിക് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം, അതിനുള്ള ഗൈഡ് ലൈൻസ് എന്ത് നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്യാം. ഇതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ചും അതാത് നാടിൻ്റെതായ പ്രത്യേകതകൾക്കനുസരിച്ച് ചെയ്യാം. നമ്മളിവിടെ വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്, പക്ഷെ അമേരിക്കയിലോ യൂറോപ്പിലോ ഒന്നും വാൾ പോസ്റ്റർ ഉണ്ടാകുകയില്ലായിരിക്കും. നമ്മളിവിടെ ഫ്ലക്സ് അടിച്ച് കെട്ടുന്നുണ്ട്, അതൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടാകുകയില്ലായിരിക്കും. ആ ഒരു വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാത്ത വേറെ വ്യത്യാസമില്ല. അതിനകത്ത് കൊടുക്കുന്ന സന്ദേശം കൃത്യമായിരിക്കണം, നമ്മുടെ അനോണിമിറ്റി കാത്തുകൊണ്ടായിരിക്കണം ഒക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കാനൊക്കെ വേണം. വേൾഡ് സർവീസ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ സന്ദേശം കൊടുക്കുന്നതിൽ പ്രവർത്തിക്കാൻ നമ്മളുടെ ഫണ്ടുകള് മറ്റു കാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കാനും അതിനൊക്കെ വേണം. അപ്പൊ ഈ എന്തുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ നമുക്കതൊരു വലിയ പ്രശ്നമാകുന്നില്ല, കാരണം നമ്മൾ അതിനോട് തഴങ്ങിക്കഴിഞ്ഞു. അല്ലാത്തോളം കാലം അത് നമുക്കതിനെക്കുറിച്ച് അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളിലായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ ലോണേഴ്സ് ഉണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവര്, ബന്ധമില്ലാതെ നിൽക്കുന്നവര്. അപ്പൊ അവരെയൊക്കെ എങ്ങനെ സഹായിക്കണം? ഒരു സ്ഥലത്ത് ഏതെങ്കിലും നാട്ടിൽ പുതുതായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങുമ്പോൾ അവരെ എങ്ങനെ സഹായിക്കണം? അവർക്ക് എങ്ങനെ ലിറ്ററേച്ചറുകളെ മറ്റ് മെറ്റീരിയൽസ് കൊടുത്ത് അവരെ എങ്ങനെ സഹായിക്കണം? ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണം. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു പൊതുവായ ഒരു പുസ്തകം അല്ലെ ഒരു മാസിക വേണം എന്നുള്ളൊരു കാര്യം. തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. ഗ്രേപ്പ് വരെ അങ്ങനെ എല്ലാവരും തുടങ്ങിയത് വളരെ ചെറിയ തോതിൽ ഒരു വെറും 2 ഷീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ലെറ്റർ ആയിട്ട് മാത്രം വന്നിറങ്ങിയാണ്. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ അത് കൊള്ളാന്ന് കണ്ടു. ഇന്നിപ്പോ അത് വളരെ ഗംഭീരമായി നടന്നു പോകുന്നു. അപ്പൊ അതുപോലെ അതിനകത്തൂടെയാണ് യഥാർത്ഥത്തിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള അംഗങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയറിങ് നടക്കുന്നത്. അതിനെയും ഏകോപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരു തർക്കമില്ലാതെ മറ്റാരും നമ്മളെ ഇതിനകത്ത് ഒരിക്കലും അപാകതകളില്ലാതെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അപാകതകളെ പരിഹരിക്കണമെങ്കിലും അതിനൊരു വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ ഈ ഫെലോഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെങ്കിൽ ആ നിലനിൽക്കാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ അപകടങ്ങൾ ഉണ്ടാകാതെ ഇത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അപ്പം തർക്കങ്ങളില്ലാതെ തീരുമാനം എടുക്കുക, അതൊക്കെ വരുന്നുണ്ട്. റൈറ്റ് ഓഫ് ഡിസിഷനും റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷനും റൈറ്റ് ഓഫ് അപ്പീലൊക്കെ തുടങ്ങിയിട്ടുള്ള 3, 4, 5 കൺസെപ്റ്റുകളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അതിനകത്തേക്ക് കടന്നു പോകാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പാരമ്പര്യങ്ങളുടെ ഒരു കാത്തു സൂക്ഷിപ്പാണ് വേണ്ടത്.
പാരമ്പര്യങ്ങൾ എങ്ങനെ നമ്മളുടെ സർവീസിലേക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒന്നാമത്തെ കൺസെപ്റ്റില് ഇതിന്റെ പരമാധികാരി ഗ്രൂപ്പായിട്ട് പറയുന്നു, ലോക സേവനത്തിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും പരമാധികാരവും എപ്പോഴും നമ്മുടെ മുഴുവൻ കൂട്ടായ മനസാക്ഷിയിൽ നിക്ഷിപ്തരാക്കണം. ഈ മനസാക്ഷിയെ കുറിച്ച് പറയുന്ന എത്രാമത്തെ പാരമ്പര്യം? രണ്ടാമത്തെ പാരമ്പര്യം. നമ്മുടെ ഗ്രൂപ്പിന്റെ നടപടികൾക്ക് ഒരേ ഒരു പരമാധികാരിയേ ഉള്ളൂ, ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ കൂടി പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം. നയിക്കുന്നവർ വിശ്വസ്ത സേവകരാണ്, ഭരണകർത്താക്കളല്ല. കൃത്യമായിട്ട് ഇത് അധികാരത്തിന്റെയും പണത്തിന്റെയും മൂപ്പളമപ്രസത്തിന്റെയും ഒന്നും ഭാഗത്തേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തെ പാരമ്പര്യം കൃത്യമായിരിക്കണം. ഗ്രൂപ്പിന്റെ മനസാക്ഷിക്ക് അനുസരിച്ചേ ഇത് പ്രവർത്തിക്കാൻ പാടുള്ളൂ. ഗ്രൂപ്പിന്റെ മനസാക്ഷിയിലായിരിക്കണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ. ഇതിന്റെ പരമാധികാരി നമ്മളിവിടെ അതൊക്കെ തെറ്റായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട്. ഗ്രൂപ്പ് എടുത്ത തീരുമാനം അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർ ഗ്രൂപ്പുകളും ഡിസ്ട്രിക്ട് കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ അതിനെ തിരുത്തുന്ന സംവിധാനമുണ്ട്. അതല്ല ശരിയെന്ന് പറയുന്നുണ്ട്. ശരിയല്ലെങ്കിൽ പറയാം, പക്ഷെ ആ തീരുമാനം ശരിയല്ല എന്നുള്ള തീരുമാനം എടുക്കേണ്ടതും ഗ്രൂപ്പിന്റെ പണിയാണ്. അത് തെറ്റായി പോയി, പാരമ്പര്യങ്ങളുടെ ലംഘനമായിരുന്നു, അത് ശരിയല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗ്രൂപ്പിനെ അറിയിക്കാനുള്ള ചുമതല കാരണം എക്സ്പീരിയൻസ് ഉള്ള മറ്റ് സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവർക്ക് പകരം ഇവർ തീരുമാനം എടുക്കരുത്. അപ്പം ഗ്രൂപ്പിന്റെ മനസാക്ഷിയിലല്ല തീരുമാനം എടുക്കുന്നത്. അപ്പം അതിനകത്തൊരു അപാകതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിനോട് പറയാം, നിങ്ങളിത് ഒന്നും കൂടെ. ഇപ്പം നമ്മളിവിടെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു പ്രശ്നം നോക്കിയാൽ നിങ്ങൾ GSOയ്ക്ക് അയച്ചു നോക്കിയേ, GSO എന്ന് വരുന്ന മറുപടി അതായിരിക്കും. നിങ്ങൾ അവിടെ ചർച്ച ചെയ്യാനാ പറയുക. GSO എന്ന് ഒരാൾ ഇങ്ങോട്ട് വരികയല്ല അത് പ്രശ്നം തീരുമാനമാക്കാൻ. ഇങ്ങോട്ട് വന്നിട്ട് കാര്യവുമില്ല, കാരണം അവർക്കത് അറിയാവുന്നതുകൊണ്ട് അവർ വരികയല്ല. കാര്യമില്ല എന്നുള്ളതല്ല പറഞ്ഞത്. അവരെ നമ്മൾ ഇവിടുന്ന് ആട്ടി ഓടിക്കുകയോ ഇവിടെ കയറി പോകരുത്, മുട്ടുകാർ തല്ലി ഓടിക്കുന്നൊന്നും പറഞ്ഞ് അവരെ നമ്മൾ ഭയപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷെ മറിച്ച് അങ്ങനെയല്ല എൻ്റെ രീതി. ഗ്രൂപ്പിന്റെ മനസാക്ഷിയാണ് ഉണ്ടാകണം. അപ്പൊ ഈ മനസാക്ഷിനെ നമ്മൾ കണ്ടെത്തണം. രണ്ടാമത്തെ പാരമ്പര്യം കൃത്യമായിട്ട് അവിടെ തന്നെ വളരെ കൃത്യമായുണ്ട് ഗ്രൂപ്പിന്റെ നടപടികൾക്കെന്ന്. അപ്പം ഗ്രൂപ്പിന് ചില നടപടികളുണ്ട്. ഈ തീരുമാനങ്ങൾ ഇപ്പം സംബന്ധിച്ച് മൊത്തമായിട്ടുള്ള തീരുമാനം എടുക്കണമെങ്കിൽ എല്ലാവരും കൂടെ കുത്തിയിരുന്നിട്ട് നമ്മൾ എവിടെയായി തീരുമാനം എടുക്കാൻ വന്നത്? ലോകം മുഴുവനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 10-22 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. ഇവരെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഒരു പുതിയ നമ്മളുടെ നയത്തിലൊരു മാറ്റമോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ നമുക്ക് വിളിച്ചു കൂട്ടാൻ പറ്റുമോ? അപ്പൊ അവരുടെ ഈ ഓരോ ഗ്രൂപ്പിന്റെയും ഓരോ അംഗത്തിന്റെയും മനസ്സിലിരിപ്പ് അറിയണം. അതിനാണ് കാലിന്റെ വിരലിന്റെ തുമ്പ് തൊട്ട് തലച്ചോറ് വരെയും നീളുന്ന ഒരു നാഡീ ബന്ധം ഉണ്ടാവണം. അതാണ് നമ്മൾ ഡെലിഗേഷനിൽ കൂടെ ചെയ്യുന്നത്. നമ്മുടെ അടുത്ത പാരമ്പര്യത്തെ കൺസെപ്റ്റിനകത്ത് അതാ വരുന്നത്. പക്ഷെ എന്നാലും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ഒന്നാമത്തെ പാരമ്പര്യം ഗ്രൂപ്പിന്റെ ഐക്യത്തിലാണ് വ്യക്തിയുടെ സുഖപ്പെടൽ എന്ന് പറയുന്നവർ തന്നെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതിനെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കിയുള്ള പാരമ്പര്യം. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗ്രൂപ്പിന്റെ മനസാക്ഷി എങ്ങനെ നമ്മളുടെ തീരുമാനങ്ങളിൽ വളരെ വ്യക്തമായ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടും കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇപ്പം പലപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ തെറ്റായ വരുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞാല് പലപ്പോഴും പിന്നീട് അത് ശരിയല്ല എന്നുള്ള അറിവ് വരികയും അതിനകത്തുനിന്ന് മാറ്റങ്ങൾ വരികയും ചെയ്യണം. അപ്പൊ നമ്മൾ അതിനകത്തൊരു തർക്കിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഖലയിൽ നിന്ന് ഒരു ഉത്തരവായിട്ട് നമ്മൾ ഒരിക്കലും പാടില്ല. അപ്പം ഗ്രൂപ്പിന്റെ മനസാക്ഷി എവിടുന്നാ ഉണ്ടാകേണ്ടത്? പൊതുവായ ചർച്ചയിൽ നിന്നുണ്ടാവണം. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മളിപ്പോ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ആൾക്കാരിൽ നമ്മളുടെ ഓരോ സ്ഥലത്തെയും ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ മനസാക്ഷി ആരാ? കുറച്ച് പഴമക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാ പലയിടത്തും നടക്കുന്നത്. പഴമക്കാരൊരിക്കലും ഇത്തരം ചർച്ചകളിലൊന്നും വരാറില്ലാതെ തന്നെ അവർ പുറമേ ഇരുന്നായിരിക്കും പലപ്പോഴും തീരുമാനം എടുക്കുന്നത്. ഗ്രൂപ്പിന്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനോ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനോ ഒക്കെയുള്ള തീരുമാനങ്ങൾ വരികയും ആ നേരത്ത് പഴമക്കാർ പുറത്തുള്ള മരത്തിന്റെ ചോട്ടിലോ തെങ്ങിന്റെ ചോട്ടിലോ ഒക്കെ നിന്നുകൊണ്ടാണ് ആരെ ആക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അത് ഇവിടെ വന്ന് പ്രഖ്യാപിക്കുകയാണ്. മിക്കവാറും ബഹുഭൂരിപക്ഷം ഗ്രൂപ്പിലും നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ചർച്ചകളിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ പുതുമക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമുണ്ടാകും. അവനെ അതിനകത്ത് ഉറപ്പിക്കാൻ പാടില്ല.
അറിയിക്കാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഗ്രൂപ്പിൽ നേരത്തെ അറിയിക്കണം. വെൽ ഇൻഫോംഡ് ഗ്രൂപ്പ് കോൺഫറൻസ് എന്ന് പറയുന്നില്ലേ. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഗ്രൂപ്പിന് വകുപ്പിന്റെ മനസാക്ഷിയിൽ തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നുള്ള വിവരം പറയണ്ടേ. അല്ലാണ്ട് തീരുമാനം ഒന്ന് പ്രഖ്യാപിക്കുകയാണോ വേണ്ടേ? ഗ്രൂപ്പിൽ അത് നേരത്തെ കൊടുക്കണം. ഇതാണ് നമ്മൾ അടുത്ത മീറ്റിംഗ് നടക്കാൻ പോകുന്നത്, ഇതാണ്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയിട്ട് വരണമെന്ന്. പക്ഷെ പലപ്പോഴും അങ്ങനെ നടക്കാറില്ല, ഗ്രൂപ്പിനെ അറിയിക്കാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. പുതുമക്കാരൻ അല്ലെങ്കിൽ അവിടെ ഉണ്ട്, അവരെ ഒന്നും ഇതിനകത്ത് ചതിക്കേണ്ട തന്നെ ഒരിക്കലുമില്ല. പലപ്പോഴും അതേപോലെ തന്നെ പുതുമക്കാരനെ വല്ലാണ്ട് ഒരു അന്യനായിട്ട് തോന്നുന്ന മറ്റൊരു സംഭവമാണ്, ഒരു മീറ്റിങ്ങിൽ കൂടെ പോകുമ്പോൾ ഒരു നമ്മളെ കിറ്റി പാസ് ചെയ്യുമ്പോൾ അവന്റെ അടുത്ത് വരുമ്പോൾ അത് ഡെസ്കിന്റെ അടിയിൽ കൂടെ മേശയ്ക്ക് അടിയിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുന്നത്. ഇവിടെ വേറെന്തോ കച്ചവടം നടക്കുന്നതല്ലേ അവർക്ക് തോന്നുന്നത്. അതിന് പകരം അതാ പറഞ്ഞ ഈ വെൽ ഇൻഫോംഡ് എന്ന് പറഞ്ഞത് തന്നെയാ. ആ കിറ്റി അവിടെ പറഞ്ഞു ഗ്രൂപ്പിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ പോരെ, ഇതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സാധനമാണ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇടണ്ട, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അതിന് ആവശ്യമില്ലാതെ ഇടേണ്ട കാര്യമില്ല. ചിലപ്പം വരുന്നവർ അവരുടെ പൊങ്ങച്ചം കാരണമോ അല്ലെങ്കിൽ എത്ര ഇടണമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ 500-ന്റെ നോട്ട് എടുത്ത് ഇട്ടെന്നിരിക്കും. അപ്പൊ അത് എന്തിനു വേണ്ടിയാണെന്ന് ഇതെന്നുള്ളതും നമ്മൾ അറിയണം. ആവശ്യമില്ലാണ്ടതൊന്നും വേണ്ട എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് 1-2 സെന്റൻസിൽ പറയാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അവിടം തൊട്ട് നമ്മളെ ഈ ഗ്രൂപ്പിന്റെ മനസാക്ഷി നമ്മൾ അറിയണം. എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ ചിലപ്പോൾ ഗ്രൂപ്പ് ഒരുമിച്ചൊരു തീരുമാനം, തെറ്റായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അതൊക്കെ നമ്മൾ ഇനി അടുത്ത കൺസെപ്റ്റുകളിൽ മൈനോറിറ്റി ഒപ്പീനിയനിലൊക്കെ വരുമ്പോൾ അതിനകത്ത് അത് വരുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വെച്ച് ചർച്ചകൾ കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് തെറ്റായിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ അഭിപ്രായം തെറ്റാണെന്ന് ഇതല്ല ഇതിന്റെ എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അയാൾക്കും അത് പറയാനുള്ള അവസരം കൊടുക്കണം. ഒരുപക്ഷെ പുതുമക്കാരൻ പറയുന്നതാണ് ശരിയെങ്കിലോ, അപ്പോഴല്ലേ ശരിയായ രീതിയിൽ ഗ്രൂപ്പിന്റെ മനസാക്ഷിയാവുകയുള്ളൂ. അല്ലാണ്ട് കുറച്ച് പഴയ ആൾക്കാർ അല്ലെങ്കിൽ എയിൽ വന്ന് കുറച്ച് വർഷങ്ങളായ ആൾക്കാർ ഒരിക്കലും അയാൾ പഴമക്കാരെന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അയാൾ എയുടെ എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവനാണോ എന്ന് ചോദിച്ചാലില്ല. ഇപ്പൊ തന്നെ പറയുന്നില്ലേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എയുടെ പാരമ്പര്യങ്ങൾ നമുക്ക് വേണ്ടതല്ല എന്ന്. അത് പിന്നെ ഗ്രൂപ്പിലെ മീറ്റിങ്ങുകൾക്ക് മുമ്പ് വായിക്കാനുള്ള എന്തോ ഒരു സാധനം എന്നുള്ള അല്ലാണ്ട് വായിച്ച ആ മേശയിലോട്ട് ഒരു എറിഞ്ഞു പോകുന്നു. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല തെറ്റുകളും തെറ്റിദ്ധാരണകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എന്തായാലും ഗ്രൂപ്പിന്റെ മനസാക്ഷി ഈ ഗ്രൂപ്പ് ഘട്ടം തൊട്ട് തന്നെ തുടങ്ങണം. അവിടെ തൊട്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയണം. ഈ പാരമ്പര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്താണെന്ന് അറിയണം. പാരമ്പര്യങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കണം എന്നറിയണം. ഈ കോൺഫറൻസിനകത്ത് നടക്കുന്ന ചടങ്ങുകൾ, കാര്യങ്ങൾ, ഇതൊന്നും ആർക്കും അറിയത്തില്ലാത്ത ഒരു നിഗൂഢമായ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് കുറെ ഇപ്പം നമ്മളെ ഇതില്ലേ ഫ്ലോ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അപ്പം ഉണ്ട് നമ്മളെ സർവീസ് മാനുവലിന്റെ ആണ്ട് G30 എന്ന് പറഞ്ഞ പേജിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പുകൾ IGR, GSR, അതിന് ഇന്റർ ഗ്രൂപ്പ്, ഏരിയ കമ്മിറ്റി, അതുപോലെ ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഏരിയ അസംബ്ലി, അതേപോലെ ഏരിയ ഡെലിഗേറ്റിന് ജനറൽ സർവീസ് ബോർഡിലേക്ക് കോൺഫറൻസിലേക്ക് പോകുന്ന ഏരിയ ഡെലിഗേറ്റുകൾ, അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്ന റീജിയണൽ ട്രസ്റ്റി എയും ബിയും അതിനകത്ത് നിന്ന് പോകുന്നു. അതുപോലെ തന്നെ 6 സബ് കമ്മിറ്റികള് കോൺഫറൻസിനകത്ത് തന്നെ സബ് കമ്മിറ്റികളുണ്ട്. അജണ്ട കമ്മിറ്റി ഉണ്ട്, പബ്ലിക് ഇൻഫർമേഷൻ കമ്മിറ്റി ഉണ്ട്, ലിറ്ററേച്ചർ ആൻഡ് പബ്ലിക്കേഷൻ കമ്മിറ്റി ഉണ്ട്, ചാർട്ടർ ആൻഡ് റിപ്പോർട്ട്സ് ഉണ്ട്, ബഡ്ജറ്റ് ആൻഡ് ഫിനാൻസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ 6. അപ്പൊ ഇതൊക്കെ ASO ന്യൂയോർക്കിന് 8 കമ്മിറ്റികളാണുള്ളത്. നേരത്തെ ഉള്ളത് 8 ആയിരുന്നു. ഇപ്പൊ അത് മാറ്റം വരുന്നതല്ലേ, കുറയല്ല. എന്തായാലും മുമ്പ് കൂടുകാരനുണ്ടേ ഉണ്ടോ ചിലപ്പോൾ. പക്ഷെ എന്തായാലും അവരൊന്നും അങ്ങനെ ചുമ്മാ ഒന്നും ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യുകയല്ല. നമുക്കാണല്ലോ ഇതൊക്കെ എല്ലാം ചെയ്തു പോകുന്നത്. നമുക്കിവിടെയും നമ്മുടെ സർവീസ് മാനുവൽ വായിച്ചാൽ പലർക്കും ഒരു കുന്തവും മനസ്സിലാകാത്ത കോലത്തിൽ അത് എഴുതി വെച്ചേക്കുന്നത്. നമുക്കൊന്നും ഈ പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് ശരിക്കും ഈ ഫ്ലോ ചാർട്ടിനകത്ത് അതൊന്നും വരാനില്ല. ഈ ഇന്റർ ഗ്രൂപ്പുകളും IGR ഒന്നും ഇതിനകത്ത് വരേണ്ടതല്ല. ഈ ജനറൽ സർവീസിലേക്ക് വരുന്നവരും GSRും ഡിസ്ട്രിക്ട് കമ്മിറ്റിയും ഏരിയ അസംബ്ലിയും തൊട്ട് അങ്ങനെയാ പോകേണ്ടത്. അവരുടെ മറ്റേത് ഇവിടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അത് ഈ പറഞ്ഞ ഇതിനകത്തൊന്നും പെടുന്നതല്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അതിപ്പം നിർബന്ധമൊന്നുമില്ല. എന്നോടത്ത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള നിയമമല്ല. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന് കുഴപ്പം? അതിന്റെ പേരിൽ വേറെ ഇവിടെ തർക്കമോ പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്.
അവർക്കത് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. നമുക്ക് പിന്നെ എല്ലാ കാര്യത്തിലും കുറച്ച് രാഷ്ട്രീയം കൂടുതലല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾക്ക് ഇപ്പോഴും യാതൊരു നിലയും വിലയില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. കാരണം അങ്ങനെയായിരുന്നു വേണ്ടത്. പക്ഷേ ഇന്റർ ഗ്രൂപ്പുകളുടെ പ്രഭാവത്തിൽ മറ്റൊക്കെ മങ്ങിപ്പോയി. കാരണം നമ്മളിവിടെ ആദ്യം ഉണ്ടാക്കിയത് ഇന്റർ ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ വിട്ടുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുവാ. കേരളത്തിൽ ആകെ ഒരു ഇന്റർ ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ രണ്ടാമതൊരു ഇന്റർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. ഇന്റർ ഗ്രൂപ്പ് അല്ല, അന്നൊരു ഡിസ്ട്രിക്ട് കമ്മിറ്റി. അന്നത്തെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഇപ്പോഴും ഉണ്ടാകുന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി അല്ലായിരുന്നു കേട്ടോ. അതാർക്കും അറിയത്തില്ലായിരുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റവന്യൂ ജില്ലയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റിയാ. എന്നിട്ട് പോലും അതിനെതിരെ അന്ന് എല്ലാവർക്കും കൂടി എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഇവിടെയകത്ത് ഭയങ്കര എന്താ അണുബോംബ് വീഴാൻ പോകുന്നു, പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു, ഇതിപ്പോ നശിക്കാൻ പോകുന്നു, അങ്ങനെ പാടില്ല, അതില്ല, ഇതില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് തർക്കങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചിലരുടെ കുൽസിത ശ്രമമാണ് എന്നൊക്കെ തുടങ്ങി വ്യാപകമായി. ഇന്നിപ്പോ ഇന്റർഗ്രൂപ്പുകൾ എണ്ണാൻ വേണ്ടി കയ്യിലും കാലയിലും ഒന്നും വിരൽ തികയില്ല, അതുപോലെയായി. എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഓരോ സ്ഥലത്തും അങ്ങനെ ഉണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മളെ GSO ജനറൽ സർവീസ് ബോർഡിലും ഇതേപോലെ അല്ലെ, കോൺഫറൻസിലും ഇതുപോലെ ഉണ്ട്. ഈ പറഞ്ഞ 6 കമ്മിറ്റി ഉണ്ട്. ട്രസ്റ്റീസിനും അതേപോലെ കമ്മിറ്റി ഉണ്ട്. അജണ്ടയും ചാർട്ടർ കമ്മിറ്റി അതൊന്നുണ്ട്. അത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. ബഡ്ജറ്റ് ആൻഡ് ഫിനാൻസും ട്രീറ്റ്മെന്റും കൂടെ ഒരുമിച്ചാണ് ഇവിടെ കാണുന്നത്. പബ്ലിക് ഇൻഫർമേഷൻ, ലിറ്ററേച്ചർ ആൻഡ് പബ്ലിക്കേഷനും അതിന്റെ 3. അപ്പം അതും ഈ 2 വെച്ചാകുമ്പോൾ 3 കമ്മിറ്റികളാകുമ്പോൾ 6 അതുപോലെ ജനറൽ സർവീസ് ഓഫീസ് ഉണ്ട്. 12 സ്റ്റെപ്പ് മാഗസിന് കോഓർഡിനേറ്റർമാരുണ്ട്. ജനറൽ സർവീസ് ഓഫീസിന്റെ GSO സ്റ്റാഫ് ഉണ്ട്. അതേപോലെ എഡിറ്റോറിയൽ കമ്മിറ്റി ഉണ്ട്. TSMR 12 സ്റ്റെപ്പ് മാഗസിൻ റെപ്രസെന്റേറ്റീവ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഫ്ലോ ചാർട്ടിനകത്ത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ തത്വത്തിൽ ഇതൊക്കെ അംഗീകരിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇതേപോലെ ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ 12 സ്റ്റെപ്പ് മാഗസിൻ തന്നെ ഇപ്പോൾ ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നേരത്തെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള മെമ്പർ ഉണ്ടായിരുന്നപ്പം അത് വളരെ കൃത്യമായി ദ്യോതിൽ പ്രിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. എനിക്കറിയത്തില്ല ഇനി ഉണ്ടോന്ന് വെച്ചാൽ. ഇനിയിപ്പൊ എത്രമാത്രം അത് ഭംഗിയായിട്ട് പോകുന്നുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് പുതിയ ട്രസ്റ്റിയോട് ചോദിച്ചു നോക്കാം അതൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത്. അപ്പൊ അതെന്തായാലും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് തോന്നും. ഇതിനകത്തും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിട്ടുള്ള സംഗതിയൊന്നും അല്ല. ഇതിന്റെയൊക്കെ ഡ്യൂട്ടീസും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ തോന്നുന്ന പോലെ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ചെറിയ രൂപങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രൂപ്പിന്റെ ഉള്ളിലും വേണതാണ്. നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നില്ലേ? നമുക്ക് അവിടെ ഒരു എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നതാണല്ലോ. പല കാലം ഇപ്പൊ ഒരു വാർഷികം തന്നെ നടത്തണം, അപ്പൊ അതിനോടനുബന്ധിച്ചില്ലേ അല്ലെങ്കിൽ നമ്മളൊരു കൺവെൻഷൻ നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ഒരു സെമിനാർ നടത്തുന്നു. അപ്പൊ അവിടെയൊക്കെ വരുമ്പോ ഇതുപോലല്ലേ അതിനകത്തും ഈ പറഞ്ഞ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ അവിടെയുണ്ട്. സാമ്പത്തികം കൈകാര്യം ചെയ്യണം, ഭക്ഷണം കൈകാര്യം ചെയ്യണം, താമസ സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യണം, അതുപോലെ പ്രോഗ്രാം എന്താണെന്നായിരിക്കണം, അതിനകത്തുള്ള സ്പീക്കേഴ്സിനെ തീരുമാനിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിന്റെ വ്യാപകമായ ഒരു ദേശത്തിന് മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് ഇതൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ യഥാർത്ഥത്തിലുള്ള തത്വം നമ്മൾ അറിയണം. അത് കൃത്യമായിട്ട് 100% നമ്മളുടെ രണ്ടാമത്തെ പാരമ്പര്യം അനുസരിച്ചായിരിക്കണം. ഗ്രൂപ്പിന്റെ മനസാക്ഷി വെക്കണം. നമുക്ക് കാര്യങ്ങൾ നടത്താൻ നമുക്ക് ആവശ്യമുണ്ട് പല കാര്യങ്ങളും. അല്ലാണ്ട് ഗ്രൂപ്പിന്റെ നടപടികൾക്ക് ആരെങ്കിലും തന്നെ അത് ദൈവത്തിന്റെ പ്രോഗ്രാമാണ് അത് നടത്തിക്കോളും എന്ന് വിചാരിച്ചാലൊന്നും ആരും ദൈവം വന്ന് ഇവിടെ ഓരോരുത്തരും ടാർപ്പ കെട്ടാനോ ഫ്ലക്സ് ബോർഡ് കെട്ടാനോ അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ദൈവം വരുമൊന്നുമില്ല. നമ്മൾ ചെയ്താൽ അത് കേടാകാതെ കൃത്യമായിട്ട് നടന്നു പോകണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാ. അപ്പൊ അത് ഗ്രൂപ്പ് തലത്തിൽ തൊട്ട് നമ്മൾ ഇതാണ്ടായും. കാരണം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും അതിനകത്ത് പങ്കാളികളാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്രസ്ഥാനത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. തർക്കങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മളിവിടെ ഇന്ന് വരെ ഒരിക്കലും എനിക്ക് തോന്നുന്നത് പണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മളൊരു ചർച്ച വന്നിരുന്നു. അതേപോലെ അന്ന് എനിക്ക് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ജ്വാലയിലാണോ ഇനി അതോ നൈറ്റ് ഔൾസിലാണോ എന്ന് നോക്കുന്നില്ല. അതായത് ഈ സ്റ്റെപ്പ് ട്രഡീഷൻ കൺസെപ്റ്റ് പാരലൽ എന്ന് പറഞ്ഞ അങ്ങനെ ഇത് മൂന്നിൻ്റെ അകത്തുള്ള ആത്മീയ തത്വങ്ങളെ പാരലായിട്ട് കണ്ടുകൊണ്ട് ഉള്ളൊരു ചർച്ച വെച്ചിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ കൃത്യമായിട്ട് മുഴുവൻ വിശദീകരിച്ചതാണ്. അപ്പൊ നമ്മളെ ഓരോ മെമ്പർമാരും ഇത് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഇതിന്റെ സ്പിരിറ്റ് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടായ്മയെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം. അതിനെ നിലനിർത്താൻ പറ്റും. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിന് ഫങ്ഷൻ ചെയ്യാനും കഴിയണം. അല്ലാണ്ട് എനിക്ക് കിട്ടി, എനിക്ക് ശേഷം പ്രളയം എന്നുള്ള മട്ടിൽ പോവരുത്.
ഞാനിപ്പോ ഏതാണ്ട് അനോണിമിറ്റി ലംഘിക്കും, ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്യും, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ന് പറയുന്നവരോട് നമുക്ക് മറുപടി ഇല്ല യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇത് ഇങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ അവർ ചെയ്യുന്നത് നമ്മളെ ആ ഒന്നാമത്തെ പാരമ്പര്യം അത് ലംഘിക്കപ്പെടുന്നത്. നമ്മളെ ഐക്യത്തിലാണ് കൂട്ടായ്മയുടെ നിലനിൽപ്പ്. അല്ല, കൂട്ടായ്മയുടെ നിലനിൽപ്പിലാണ് നമ്മളെല്ലാവരെയും ഓരോരുത്തരുടെയും വ്യക്തിപരമായ മോചനവും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഐക്യം കാത്തു സൂക്ഷിക്കണം. നമ്മളില്ലാത്ത ഒരുത്തൻ ചെയ്തതിന്റെ പേരിൽ ഉണ്ടായ തർക്കം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ അനൈക്യം ഉണ്ടാകുകയും അത് നമ്മളെ ആ കൂട്ടായ്മ തകരാറാകാനും വ്യക്തികൾ തന്നെ രക്ഷപ്പെടുന്നത് തടയപ്പെടാനും സാധ്യതയുള്ളതല്ലേ. അപ്പൊ മറ്റൊരാൾ വരാനിരിക്കുന്ന ഒരാളുടെ രക്ഷപ്പെടലിനെയാണോ നമ്മൾ തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത്? എന്റെ പാരമ്പര്യം ഇതാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വരാനിരിക്കുന്നവനെ നമ്മൾ കാണുന്നില്ല? എത്രയോ പ്രാവശ്യങ്ങൾ ഇപ്പൊ ഉണ്ട്. മീറ്റിങ്ങിൽ തന്നെയാണെങ്കിലും പലപ്പോഴും ഷെയർ ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിൽ നമുക്ക് വിളിച്ചു പോകാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും ഓൺലൈൻ ഗ്രൂപ്പിൽ നമ്മൾ പ്രത്യേകം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ഇത് 100% സീക്രട്ട് ആയിട്ട് ഇരിക്കുന്നതല്ല. ഇപ്പൊ ഇത് തന്നെ ഈ തുടക്കത്തിൽ ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. റെക്കോർഡിംഗ് ഞാൻ എപ്പോഴും പറയാറുള്ള, റെക്കോർഡ് ചെയ്യരുത്, റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് ഇത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറയുന്നു. പക്ഷെ ജ്വാല ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വരെ ഇതുവരെ ഉപദ്രവമൊന്നും ഉണ്ടായി കണ്ടില്ല. പക്ഷെ ഇതൊന്നും അതല്ല, ഇതൊക്കെ ഉപയോഗിക്കുന്നവർ നമ്മൾ എടുക്കുന്ന നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്കൊക്കെ പോവാം. അപ്പൊ കിട്ടിയത് ആള് നമ്മളിത് വളരെ കൃത്യമായിട്ട് ഇരിക്കുന്ന ഈ പാരമ്പര്യം വെച്ചു. പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുത്ത് അയാളത് വെച്ചോണമെന്നുണ്ടോ? അയാളത് സൂക്ഷിച്ചോണമെന്നുണ്ടോ? ഇല്ല. അവര് ചിലപ്പോൾ അത് വേറെ എങ്ങോട്ടേക്കും പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പൊ എന്റെ ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് എടുത്തോ എന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ചില ഗൈഡ് ലൈൻസ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ള, പബ്ലിക് ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഈ അലനോണുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നത്, കോൺഫറൻസുകൾ എങ്ങനെയാ, കൺവെൻഷനുകൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ള, അതിനകത്ത് പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്, അനോണിമിറ്റി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്, സ്പീക്കിംഗ് അറ്റ് നോൺ ഐ മീറ്റിംഗ് ഏതാ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം കൂട്ടായ്മയുടെ മൊത്തത്തിലുള്ള ഒന്നാമത്തെ കൺസെപ്റ്റ് അനുസരിച്ച് തന്നെ ഈ ഗ്രൂപ്പ് ഇതിന്റെ മൊത്തത്തിലുള്ള അധികാരിയായിരിക്കുന്നു. അതിനകത്തൊരു വ്യക്തിക്കല്ല. അപ്പൊ അവിടെ അധികാരമില്ല, ആരുടെയും മേലെ ആകുന്നില്ല. അതുകൊണ്ട് ഒരാളുടെയും മേലെയല്ല, ഒരാളുടെയും ഭരിക്കുന്നില്ല, ഒരാളുടെയും ഭരണകർത്താവല്ല. കാരണം ഭരണകർത്താവിന് ഒരാളെ ഉള്ളൂ. രണ്ടാമത്തെ പാരമ്പര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ കൂടെ പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം. അതെല്ലാ തലത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടല്ലേ നമുക്ക് മീറ്റിങ്ങിൽ നമ്മൾ വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം, വ്യക്തിക്ക് വേണമെന്നില്ല. അവർ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിന് സാധ്യതയുള്ളൂ. പക്ഷേ വ്യക്തിയേക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുത്തിരിക്കുന്നു. ആ തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് ഒരാൾ വേണം. അപ്പൊ ആ ഒരാളെ നമ്മൾ നിർബന്ധമായിട്ട് അവിടെ വെക്കണം. പക്ഷെ അവര് റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. അവർക്ക് അവിടെ അധികാരം സ്ഥാപിക്കാനോ അവർക്ക് ആരുടെയെങ്കിലും മേലെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനോ ഒരാളെ പുറത്താക്കാനോ അകത്താക്കാനോ ഉള്ള ഈ കലാപരിപാടികൾക്കൊന്നും അവർക്ക് അവകാശമില്ല. അവർക്ക് അതിനകത്ത് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ നോക്കണം, ഇത്ര ലോകത്ത് ഒരിടത്തും ഒരു ഭരണഘടനയും ഇങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടുണ്ടാകില്ല. അതിന്റെ നടത്തിപ്പ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള എഴുതിയിട്ടുണ്ടാകില്ല. എത്രയും മനോഹരമായിട്ടല്ലേ. നമുക്കറിയത്തില്ലേ എത്ര വലിയ വലിയ ആശയങ്ങളുമായിട്ട് നടന്ന ചില പ്രസ്ഥാനങ്ങളും അധികാരത്തിൽ എന്ത് കഴിയുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മാറുന്നത്. ലോകത്തിപ്പോ എത്ര രാജ്യങ്ങളിലുണ്ട് മരണം വരെയും അധികാരത്തിലിരിക്കുന്ന ഭരണകർത്താക്കളുണ്ട്. അവരും വലിയ വലിയ ആശയങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അവരുടെ കാര്യത്തിൽ നടപ്പിലാകുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കൃത്യസമയത്തിന് ശേഷം നമ്മൾ റൊട്ടേറ്റ് ആവണം. ബോർഡ് മെമ്പർ ആയിരിക്കുന്ന ആൾക്ക് ഒരൊറ്റ തവണയും ബോർഡ് മെമ്പർ ആവാൻ പറ്റുള്ളൂ. അതിനകത്ത് ട്രസ്റ്റി ആയിരിക്കാൻ പറ്റുന്ന ഒരാൾക്ക്. അയാൾക്ക് പിന്നെ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മെമ്പർമാരും കൂടെ എഴുതി ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടും പിന്നെ കാര്യമില്ല, ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ അയാൾക്ക് അവിടെ അധികാരം അയാൾ എന്ത് കാണിക്കാനാ? അധികാരം അയാൾക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റാതെ പോകുന്നു. അപ്പൊ ഇത്രയും മനോഹരമായ രീതിയിലാണ് നമ്മളുടെ കൺസെപ്റ്റുകൾ. നമ്മൾക്ക് നമ്മുടെ അധികാരം, നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കുകയും വേണം, എന്നാൽ അത് ഫെലോഷിപ്പിനെ തകരാറിലാക്കുകയും ചെയ്യരുത്. നമുക്കൊരു സ്ഥാനത്തെ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മളെ തന്നെ അത് ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുമ്പോൾ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതിനൊരു നല്ല രസകരമായ ഉദാഹരണം പഴയ നമ്മളെ റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ള സിനിമയിൽ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ഇന്നസെന്റിന്റെ അടുത്ത് വരുമ്പോ എന്താണ്, നീ എനിക്ക് മാസം യഥാർത്ഥ 30 രൂപ 50 രൂപ വാടക തരണം. എന്നിട്ട് പുള്ളി ഒന്നുറണ്ടേ, എനിക്ക് വാടകയുടെ ആവശ്യം ഉണ്ടായിട്ടല്ല, അത് തന്നില്ല, നിനക്ക് ചിലപ്പോ ഇത് നിന്റെ ആണെന്ന് തോന്നിപ്പോകുന്നത്. അത് തന്നെയാണ് നമ്മളിത്. നമുക്ക് നമ്മളെ തന്നെ അതിന് മുകളിലേക്ക് നമുക്ക് അധികാരം എടുക്കാനോ മറ്റുള്ളവരെ ഭരിക്കാനോ അവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ ഒക്കെ ആയിട്ടുള്ള തോന്നലുകൾ നമുക്ക് ഉണ്ടാകാതെ തന്നെ ഇരിക്കുന്നത് നമ്മളെ സൂക്ഷിക്കുക, നമ്മളെ തന്നെ സംരക്ഷിക്കുക. കാരണം നമുക്ക് വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് അതിന് മുൻസ്ഥാനമുള്ളത്. ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അപ്പം ഗ്രൂപ്പിന്റെ മനസാക്ഷി നമ്മൾ പ്രവർത്തിക്കാൻ അനുവദിക്കണം. അതിനോട് നമ്മൾ ചോദിക്കണം. നമ്മൾ നമ്മുടെ മനസാക്ഷിയോടല്ല ചോദിക്കേണ്ടത്. നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോഴും ഗ്രൂപ്പിന്റെ മനസാക്ഷി എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ഗ്രൂപ്പിന്റെ മനസാക്ഷിയോടും ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗ്രൂപ്പിന്റെ മനസാക്ഷിയോട് ചോദിച്ചാലും ഇല്ലെങ്കിലും അയാൾക്ക് അവിടെ തന്നെ നിന്നുകൊണ്ട് അതിനെ അയാളുടെ കാൽക്കീഴിലാക്കാനോ അയാളുടെ ചൊൽപ്പടിയിലാക്കാനോ കഴിയില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് എത്രമാത്രം മഹത്തായ രീതിയിലാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തിയേക്കെന്ന് നോക്കുക. അപ്പൊ ഇത് അങ്ങ് തരെ ഗ്രൂപ്പിലുള്ള, അതായത് ലോകത്തെമ്പാടുമുള്ള, നമുക്ക് വേണേൽ നമ്മൾ നമ്മുടെ രാജ്യത്ത് നോക്കുക, ഇവിടെയുള്ള മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഏതൊക്കെയോ ഭാഷകൾ പറയുന്ന, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാത്ത ഭാഷകൾ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതാത് ഡെലിഗേറ്റുകൾ മുഖേന, ഇതൊക്കെ ഇനി അടുത്ത് വരുന്ന കൺസെപ്റ്റുകളുണ്ട്, ആ ഡെലിഗേഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്തിനാണെന്നുള്ളത്. അപ്പൊ അത് നമ്മള് ഈ നമ്മുടെ ഗ്രൂപ്പിന്റെ മനസാക്ഷി നമ്മളുടെ മൊത്തമായിട്ടുള്ള വളരെ കുറഞ്ഞ ആൾക്കാർക്കല്ലേ ഇരുന്ന് അതിന്റെ ഒരു ഭരണ നിർവഹണം നടത്താൻ പറ്റുള്ളൂ, അല്ല എല്ലാവർക്കും കൂടെ പറ്റുകയല്ലോ. നമ്മളിപ്പോ ഇതല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതേപോലെ തന്നെ അതേ പ്രക്രിയ തന്നെയാണ്. നമ്മൾ കുറച്ച് പ്രതിനിധികളെ ചേർക്കുന്നു. പക്ഷെ അവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞാല് വിശ്വസ്ത സേവകരല്ല, അവർ ശരിക്കും പറഞ്ഞാൽ ഭരണകർത്താക്കളെ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പം രാജ്യത്തിന്റെ ഭരണത്തിൽ അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അവർക്ക് അധികാരവും ഇവിടെയും നമ്മുടെ കൂട്ടത്തിലും ഉണ്ട്, ആ അധികാരവും കൊടുക്കുന്നുണ്ട് അവർക്ക്. അതൊക്കെ ഇനി വരുന്ന കൺസെപ്റ്റുകളിൽ വരുന്നുണ്ട്. അവർക്കത് അവർ ഈ സമയത്ത് കണ്ടത് ഏകാധിപത്യപരമായിട്ടുള്ള അധികാര പ്രയോഗത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഗ്രൂപ്പിന്റെ മനസാക്ഷിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിർവഹിക്കാനുള്ള അധികാരമാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മളോട് ചോദിക്കാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കുന്നുമില്ല. ഇവിടെയൊക്കെ കൂട്ടായ്മ അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് പ്രതിനിധികളിൽ കൂടെ അടുത്തടുത്ത ഓരോരോ ഘട്ടങ്ങളിലേക്ക് എത്തും. ഇത് സത്യം പറഞ്ഞാൽ താഴേക്കാണ് പോകുന്നത്. തലകീഴായ വലിയ പിരമിഡ് അല്ലേ, മുകൾഭാഗം വളരെ വിശാലമായി നിൽക്കുന്നു, അതേ ലോകം മുഴുവനുള്ള ഗ്രൂപ്പുകളായി നിൽക്കുന്നു. അത് താഴേക്ക് 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 വന്ന പോലെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടിയിലെ പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസ് ഓഫീസ് അവിടെ എത്തുന്നത്, അല്ലെങ്കിൽ ജനറൽ സർവീസ് ബോർഡ്. അതിന്റെ ഭാഗമായിട്ട് ജനറൽ സർവീസ് ഓഫീസും ഈ പറഞ്ഞ പോലെ ന്യൂയോർക്കിലാണെങ്കിൽ 2 കൈകളാണ് ഉള്ളത്, ഒന്ന് ജനറൽ സർവീസ് ഓഫീസും ഒന്ന് ഗ്രേപ്പ് വൈനും. നമുക്ക് ഇവിടെയാണെങ്കിൽ 12 സ്റ്റെപ്പ് മാഗസീനുണ്ട്, അതേപോലെ തന്നെ ജനറൽ സർവീസ് ഓഫീസുണ്ട്. ജനറൽ സർവീസ് ഓഫീസിന് മറ്റു ചില കാര്യങ്ങളും അതിനകത്ത് അതൊക്കെ അതാത് രാജ്യങ്ങളിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അത് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ഇനി പറയുമ്പോൾ മറ്റു കൺസെപ്റ്റുകളിലേക്കൊക്കെ കടന്നു പോകും. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ കൺസെപ്റ്റിൽ നിന്ന് നിൽക്കുന്നത്. ഈ ഒന്നാമത്തെ കൺസെപ്റ്റിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്കിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം. താല്പര്യം ഇതിനകത്ത് എല്ലാവരും കാണിക്കുക. അല്ലാണ്ട് ഇത് നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ്, ഇത് നമുക്കൊന്നും ഇതിന്റെ കാര്യവും ഇല്ല, ഇതൊക്കെ എന്തിനാ ഇത് പഠിച്ചു വെക്കുന്നതല്ല, ഇത് അറിഞ്ഞു വെക്കണല്ലോ. എന്താ ശരിയെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുന്നതുകൊണ്ട് ഇപ്പം വേറെ തെറ്റൊന്നും സംഭവിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ ആ ശരികൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, കൂടുതൽ നന്നായിട്ട് അറിഞ്ഞു നോക്കാം. നമുക്കെങ്കിലല്ലേ നമുക്ക് നമ്മുടെ കൂട്ടായ്മ ഏറ്റവും നന്നായ രീതിയിൽ പോവുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് കൊടുക്കുകയും വേണ്ടേ. നമുക്ക് പറഞ്ഞ പോലെ നല്ല സാധനം ഇപ്പം വിഷുവാണ്, എല്ലാവരും നല്ല പായസം ഉണ്ടാക്കിയിട്ട് കോളാമ്പി വിളമ്പേണ്ട കാര്യമുണ്ടോ? അത് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ വിളമ്പണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വൃത്തിയുള്ള പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം, നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, നമുക്ക് കൃത്യമായ രീതിയിൽ അത് വിളമ്പാനും പറ്റുകയില്ല. മറ്റുള്ളവരെ ഇനിയും ലോകമെമ്പാടുമുള്ള മദ്യാസക്തരായ ആൾക്കാർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലെ തുടക്കക്കാർ. നമുക്ക് ശേഷമുള്ള ആൾക്കാർ വരും, നമ്മൾ ഇതിന്റെ തുടക്കക്കാരെന്നുള്ള ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ പഴമക്കാർ
അതിൻ്റെ അകത്തെ